പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർക്കെതിരായ പെരുമാറ്റച്ചട്ട ലംഘന ആരോപണങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി വൈകുന്നു. കഴിഞ്ഞ മാസം 21-ന് രാജസ്ഥാനിലെ ബൻസ്വാരയിൽ നടത്തിയ പ്രസംഗത്തിൽ BJP ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഒന്നും കൂടുതലായി സംഭവിച്ചില്ല. CA അടക്കമുള്ള വിഷയങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് കേന്ദ്ര സർക്കാർ. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള 300ഓളം പേർക്കാണ് പൗരത്വം ഇതിനകം നൽകിക്കഴിഞ്ഞത്. CA തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ചർച്ചയാക്കി നിർത്തുന്നതിന് വേണ്ടിയാണ് വിജ്ഞാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും വർഷങ്ങളോളം നീട്ടിയത് എന്നിതോടെ വ്യക്തമാവുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രൂപീകരണം സംബന്ധിച്ച നിയമം പുതുക്കിയ നരേന്ദ്രമോദി സർക്കാർ തങ്ങൾക്ക് ഇഷ്ടമുള്ള ഉദ്യോഗസ്ഥരെ കുത്തിനിറച്ചത് എന്തിനാണ് എന്നും വ്യക്തമാകുന്നു. ആകെ എത്ര പേർ ഓരോ ലോക്സഭാ മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്തു എന്ന് വ്യക്തമാക്കാൻ പോലും, കണക്ക് നൽകാൻ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബന്ദിയായോ? KVS ഹരിദാസ്, BJP, കോൺഗ്രസിന്റെ ജിൻഡോ ജോൺ, ഒപ്പം തന്നെ AM ആരിഫ്, CPIM, PDT ആചാരി, മുൻ ലോക്സഭാ സെക്രട്ടറി ജനറൽ, RJDയുടെ ഡോക്ടർ വർഗീസ് ജോർജ് എന്നിവർ നമ്മോടൊപ്പം തുടരുന്നു. ആദ്യം PDT ആചാരി, ഇവിടെ ഹിന്ദു മുസ്ലിം വിഭാഗീയത സൃഷ്ടിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം ധ്രുവീകരണം സൃഷ്ടിക്കുന്ന വിധത്തിൽ നരേന്ദ്രമോദി പ്രചരണം നടത്തുന്നു എന്നുള്ളതാണ് ആക്ഷേപം. CPM-ഉം CPI-യും CPIML-ഉം കോൺഗ്രസും ആ നിലയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദയോടാണ് വിശദീകരണം തേടിയിട്ടുള്ളത്. വിശദീകരണം നൽകിയതായിട്ടാണ് നമ്മൾ അറിയുന്നത്. പക്ഷേ അക്കാര്യത്തിലൊരു നടപടി എടുക്കുന്നില്ല. നോക്കൂ, തെരഞ്ഞെടുപ്പിൻ്റെ 4ാം ഘട്ടത്തിലേക്ക് 21-ാം തീയതി നടന്ന കാര്യമാണ്. 4ാം ഘട്ടം പൂർത്തിയാവുകയും ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ട ലംഘനമുണ്ടായാൽ അത് ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലല്ലേ അവർക്കെതിരെ നടപടി ഉണ്ടാകേണ്ടത്. അതല്ല, നടപടി ഇല്ല എന്നാണോ ഈ മൗനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? PDT ആചാര്യ, രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടത്താൻ ബാധ്യതപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഇലക്ഷൻ കമ്മീഷൻ. നമ്മുടെ ഭരണഘടനയുടെ 324-ാം വകുപ്പ് അനുസരിച്ച് ഇലക്ഷൻ ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് നടത്താൻ ഇലക്ഷൻ കമ്മീഷന് ബാധ്യതയുണ്ട്. അതിനുവേണ്ടി എല്ലാ അധികാരങ്ങളും ഈ ഇലക്ഷൻ കമ്മീഷനിൽ നിക്ഷിപ്തമായിരിക്കുന്നു. അത് ആർട്ടിക്കിൾ 324 അത് ഇന്റർപ്രറ്റ് ചെയ്തത് സുപ്രീം കോടതി പല കേസുകളിൽ അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്. ആ അധികാരത്തിൻ്റെ ഒരു വ്യാപ്തിയെക്കുറിച്ച് പ്രത്യേകിച്ച് പല സുപ്രീം കോടതിൻ്റെ പല കേസുകളിലും മോഹിന്ദർ സിംഗ് ഗില്ലിന്റെ കേസിൽ കൃഷ്ണയ്യർ ആ ഒരു നിയമം വളരെ വിസ്തരിച്ച് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് 324 റിസർവോയർ ഓഫ് പവേഴ്സ് എന്നാണ് പറയുന്നത്. അന്ന് കൃഷ്ണയ്യർ പറഞ്ഞിരുന്നത് റിസർവോയർ ഓഫ് പവേഴ്സ് എന്നാണ്. അതായത് ഇലക്ഷൻ ഫ്രീ ആയിട്ടും ഫെയർ ആയിട്ടും നടത്താൻ വേണ്ടി അനേകം റിസർവോയറാണ്, അധികാരങ്ങളിൽ ഒരു റിസർവോയറാണ് ഇലക്ഷൻ കമ്മീഷന് ഈ 324 കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ അനേകം മറ്റ് കേസുകളിലൊക്കെ തന്നെ സുപ്രീം കോടതി ഈ ഒരു പോയിന്റ് എംഫസൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം അധികാരങ്ങളുണ്ട് ഇലക്ഷൻ കമ്മീഷൻ. ആ ഇലക്ഷൻ കമ്മീഷൻ അധികാരങ്ങൾ ഉപയോഗിക്കുന്നോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. വാസ്തവത്തില് ഇലക്ഷൻ കമ്മീഷൻ അധികാരങ്ങൾ ഉപയോഗിച്ചിരിക്കണം, അതാണ് അതിന്റെ കാര്യം. അല്ലെങ്കിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇലക്ഷൻ കമ്മീഷനിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന അധികാരങ്ങൾ അത് ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ ആ ഇലക്ഷൻ കമ്മീഷൻ വാസ്തവത്തിൽ അത് ഭരണഘടന പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന ഒരു കാര്യം ചെയ്യാതിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് പാടില്ലല്ലോ. അതുകൊണ്ട് ആരായാലും മുഖം നോക്കാതെ, പ്രധാനമന്ത്രിയായാലും പ്രതിപക്ഷ നേതാവായാലും ആരായാലും മുഖം നോക്കാതെ ഈ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് വയലേറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിന് തക്കതായ നടപടി എടുത്തിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ അത് ഇനിയിപ്പോ എന്താണ് ഒരു ഇലക്ഷൻ കമ്മീഷൻ ഈ കാര്യത്തിൽ ചെയ്യാവുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ അതിൽ പ്രധാനമായിട്ട് നമ്മുടെ ഈ ഇലക്ഷൻ സിമ്പിൾസ് ഓർഡർ എന്ന് പറഞ്ഞൊരു ഓർഡർ ഉണ്ട്. 1968 ഇറക്കിയ ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഇറക്കിയ ഒരു ഓർഡറാണ്. അത് അതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിമ്പിളുകൾ ഓരോ പാർട്ടി റെക്കഗ്നൈസ് ചെയ്യുക, അതിന് സിമ്പിൾ അലോട്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷെ അതില്
പാരഗ്രാഫ് 16A എന്ന് പറഞ്ഞൊരു പാരഗ്രാഫ് ഉണ്ട്. അപ്പൊ ആ പാരഗ്രാഫിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത്, മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് വയലേറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ ഡയറക്ഷൻസിനെ വയലേറ്റ് ചെയ്യുകയും ഡിഫൈ ചെയ്യുകയും ചെയ്താൽ ഒരു പാർട്ടിയുടെ റെക്കഗ്നീഷൻ ടെമ്പററി ആയിട്ട് പിൻവലിക്കാം. ഇത് വളരെ സീരിയസ് ആയ ഒരു കേസ് ആണെങ്കിൽ, ഒരു എക്സ്ട്രീം കേസ് ആണെങ്കിൽ ഇതിന്റെ റെക്കഗ്നീഷൻ പിൻവലിക്കാം പൂർണ്ണമായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം ഇലക്ഷൻ കമ്മീഷന് ആവശ്യമുള്ള അധികാരങ്ങൾ, ഇപ്പോൾ ഒരു പാർട്ടിയുടെ റെക്കഗ്നീഷൻ പിൻവലിച്ചാലുള്ള അവസ്ഥ അറിയാമല്ലോ. സിമ്പിൾ ഉപയോഗിക്കാൻ പറ്റില്ല, റിസർവ് സിമ്പിൾസ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ വരും. അപ്പൊ അങ്ങനെ ആ രീതിയിൽ അധികാരങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനം, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഇലക്ഷൻ കമ്മീഷൻ. അത് എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് അങ്ങനെ ഒരു വ്യക്തമായ മറുപടിയില്ല. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷന് ഒരു ഇലക്ഷൻ ഫ്രീ ആയിട്ടും ഫെയർ ആയിട്ടും നടത്താൻ വേണ്ടിയുള്ള എല്ലാ അധികാരങ്ങളും ഈ നമ്മുടെ ഭരണഘടന ഇതിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ശരി, ദയവായി തുടരുക ശ്രീ പി. ടി. ആചാര്യ. അല്പസമയത്തും കൂടി ദയവായി ചർച്ചയിൽ തുടരണം. ശ്രീ കെ. വി. എസ്. ഹരിദാസ്, ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമല്ലേ? നോക്കൂ, നമ്മൾ സാധാരണഗതിയിൽ ഈ തെരഞ്ഞെടുപ്പ് ബൂത്ത് പിടിക്കൽ എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഇലക്ഷൻ റിഗ് ചെയ്യുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മൾ ബീഹാറിലൊക്കെ കണ്ടിട്ടുണ്ട്, ഒരു ബൂത്തിലേക്ക് പോകുന്നു, എന്നിട്ട് ആളുകൾ വോട്ട് കുത്തിയിടുന്നു. ആ നിലയിലാണ് ഏറ്റവും വലിയ ഒരു തെരഞ്ഞെടുപ്പ് അതിക്രമം നമ്മുടെയൊക്കെ തൊട്ടു മുന്നിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ യഥാർത്ഥത്തിൽ BJP റിഗ് ചെയ്തിരിക്കുകയാണോ? ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിയമം കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്ട്രക്ചർ മാറ്റി തങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത രണ്ടുപേരെ രാജിവെപ്പിച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഒരാഴ്ച മാത്രം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഒരാഴ്ച മാത്രം ബാക്കിയിരിക്കുന്ന ഘട്ടത്തിൽ 2 പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയോഗിച്ചു. ഇപ്പോൾ കോഡ് ഓഫ് കോണ്ടക്ട് വയലേഷൻ സംബന്ധിച്ച് വലിയ നിലയിലുള്ള പരാതി ലഭ്യമായിരിക്കുന്നു. അതിലൊന്നും തന്നെ നടപടി ഉണ്ടാകുന്നില്ല. മാത്രമല്ല, പാർട്ടി പ്രസിഡന്റിനാണ് വിശദീകരണം ചോദിച്ചുകൊണ്ടുള്ള കത്ത് നൽകുന്നത്, അതും പുതിയതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ റിഗ് ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയോ ശ്രീ കെ. വി. എസ്. ഹരിദാസ്? അല്ല നികേഷേ, നമ്മുടെ ഇതൊരു വലിയ ജനാധിപത്യ രാജ്യമാണ്. ഇത്രയും കാലത്തിനിടയ്ക്ക് ആ ജനാധിപത്യ പ്രക്രിയയെ ആർക്കും തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്താ? നമ്മുടെയൊക്കെ രക്തത്തിൽ, ഇന്ത്യയിലെ ജനതയുടെ രക്തത്തിൽ ജനാധിപത്യ ബോധമുണ്ട്. അതൊരു വലിയ കാര്യമാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ റിഗ് ചെയ്യുന്നു. നമ്മുടെ രാജ്യത്തിന്റെ എല്ലാവർക്കും, എൻ്റെ നികേഷിന്റെ ഉൾപ്പെടെ എല്ലാവരുടെയും മനസ്സിലും ഹൃദയത്തിലും ഒക്കെ ഒരേ രക്തം തന്നെയാണ്. അതിലൊരു ജനാധിപത്യ ബോധമുണ്ട്, ജനാധിപത്യത്തിന്റെ വേരുണ്ട്. അതിനെ അട്ടിമറിക്കാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ടാണ് 75-ൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയുടെ ഭരണകൂടത്തിനെ ജനങ്ങൾ പിഴുതെറിഞ്ഞത്. അങ്ങനെ ഒരു പാരമ്പര്യം നമുക്കുണ്ട്. വലിയ സാക്ഷരതയുടെ കാര്യത്തിൽ വളരെ മുന്നിലൊന്നും നിൽക്കാത്ത ഒരു വലിയ ജനതയാണ്, ഇതിനപ്പുറത്തുള്ള ജനതയാണ് അന്ന് ജനതാ പാർട്ടിക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്തത്, ഇന്ദിരാഗാന്ധിയെ തകർത്തത്. റായ്ബറേലിയിൽ പോലും അറിയാലോ, രായനാരായണൻ നേടിയ വലിയ വിജയത്തിൻ്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ ഓരോരോ ഇഷ്യൂസ് ഉണ്ടാക്കുന്നത് നല്ലത് തന്നെയാണ്. പ്രതിപക്ഷ കക്ഷികൾക്കും എല്ലാവർക്കും നല്ലത് തന്നെയാണ്. ഇപ്പോൾ നരേന്ദ്രമോദിക്കെതിരായിട്ട് ഒരു ആരോപണം വന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം ചോദിച്ചു. അതുമ്പോൾ തീരുമാനം എടുക്കട്ടെ, ആരുടെ വേണമെങ്കിലും. ഞാൻ പറയുന്നത് ആർക്കെതിരെ വേണമെങ്കിലും തീരുമാനം എടുക്കട്ടെ. പൂർത്തിയാക്കട്ടെ, ഞാൻ ഒന്ന് പൂർത്തിയാക്കട്ടെ നികേഷേ. മല്ലികാർജുൻ ഖാർഗെക്കെതിരായിട്ട് പരാതി വന്നിട്ടില്ലേ? ഞാൻ മനസ്സിലാക്കുന്നത് ആയിരക്കണക്കിന് പരാതികൾ ഇലക്ഷൻ കമ്മീഷന് മുമ്പിലുണ്ട്. ഈ കഴിഞ്ഞ 4 ഘട്ടത്തെ തെരഞ്ഞെടുപ്പ് പോളിംഗിനിടയ്ക്ക് ആയിരക്കണക്കിന് പരാതികൾ പല വിധത്തിലുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിലുണ്ട്. അതൊക്കെ അവർ പരിശോധിക്കട്ടെ, അവർ തീരുമാനമെടുക്കട്ടെ. ഇതിപ്പോൾ നിങ്ങൾ ഒരു ദിവസത്തെ ഒരു അജണ്ട സെറ്റ് ചെയ്ത് ഇന്നിപ്പോൾ ഇലക്ഷൻ കമ്മീഷനെതിരായിട്ടാണ് നിങ്ങൾ നീങ്ങിക്കോളൂ. നിങ്ങൾക്ക് അതിന് മാധ്യമങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പ്രതിപക്ഷ കക്ഷികൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ ഒരു കാര്യം മറന്നുകൂടാന്ന്, എനിക്കത് സൂചിപ്പിക്കാതെ ഈ ചർച്ചയുടെ ആദ്യഘട്ടം അവസാനിപ്പിക്കാൻ പറ്റൂല. എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നിയമം മാറ്റി മറിച്ചുകൊണ്ട് സ്വന്തം നിലയ്ക്ക് കമ്മീഷണർമാരെ വച്ചു എന്നുള്ളൊരു ആക്ഷേപം ഉയരുന്നത്?
തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയി. ഞാൻ എൻ്റെ ചരിത്രം 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാം. സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി പറഞ്ഞത് എന്താ? കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി മുതൽ ഈ വിഷയം നടന്ന ചർച്ചകൾ പരിശോധിച്ചിട്ട് കോടതി പറഞ്ഞത് എന്താ? ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം സർക്കാരിനാണ്. അതിന് വേണ്ടുന്ന മാൻഡേറ്റ് ഗവൺമെന്റിനുണ്ട്. പാർലമെന്റ് നിയമം പാസ്സാക്കണം. അങ്ങനെ ഒരു നിയമത്തിന്റെ അഭാവമുണ്ട്. എങ്ങനെയാണ് നിയമിക്കപ്പെടേണ്ടത്? അങ്ങനെ ഒരു നിയമത്തിന്റെ നിയമ സംവിധാനം ഉണ്ടാകുന്നത് വരെ ചീഫ് ജസ്റ്റിസിനെ ഉൾപ്പെടുത്തണം. നിയമ സംവിധാനം ഉണ്ടാകുന്നത് വരെ അടിവരയിട്ട് ഞാൻ പറയുന്നു, ചീഫ് ജസ്റ്റിസ് വിൽ ബി പാർട്ട് ഓഫ് ഇറ്റ്. ഇന്ത്യയിൽ നടക്കുന്ന മുഴുവൻ നിയമനങ്ങളും ചീഫ് ജസ്റ്റിസിനെ സ്വാഭാവികമായും സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം നിയമനിർമ്മാണത്തിന്റെ ഭരണഘടനാ സ്വാധീനത നോക്കാൻ മാത്രമേ സുപ്രീം കോടതിക്ക് അധികാരമുള്ളൂ. അല്ലാതെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇങ്ങനെ നിയോഗിക്കണമെന്നൊന്നും പറയാൻ സുപ്രീം കോടതിക്ക് അധികാരമില്ല. ഒരു നിയമനിർമ്മാണം അക്കാര്യത്തിൽ വരികയാണ് എങ്കിൽ സാധാരണഗതിയിൽ സുപ്രീം കോടതി എങ്ങനെയാണോ അതിനോട് റെസിപ്രോക്കേറ്റ് ചെയ്യുക, ആ നിലയിൽ മാത്രമാണ് അതിന്റെ വിധിന്യായത്തിലെ വാചകങ്ങൾ. ഞാൻ ആ വിഷയത്തിൽ തർക്കത്തിലില്ല, കാരണം അത് നേരത്തെയുള്ള വിഷയമാണ് ശ്രീ കെ വി എസ് ഹരിദാസ്. പക്ഷെ ഇവിടെ അതല്ലല്ലോ, അങ്ങനെയല്ല. പെട്ടെന്ന് തീർക്കൂ. ഞാൻ ഇനി ചോദിക്കുകയില്ല. ആ വിഷയവും നിങ്ങൾ ഉന്നയിക്കുന്നത് അത് ഉന്നയിച്ചു, അതുകൊണ്ടാണ് താങ്കൾ അത് പറഞ്ഞത്. നോക്കൂ, പക്ഷെ കെ വി എസ് ഹരിദാസ് ബാക്കിയെല്ലാം അവിടെ നിൽക്കട്ടെ. ഈ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് അല്ല, ഒന്ന് കേൾക്കൂ സാർ. മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് സാധാരണഗതിയിൽ ഇപ്പോൾ മനുഷ്യരാണ്. അവർ ഒരു പ്രസംഗത്തിൽ ചിലപ്പോൾ ഉചിതമല്ലാത്ത ഒരു വാചകം പറഞ്ഞു പോകും. അതാണ് സാധാരണഗതിയിൽ നമ്മൾ ഈ മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റിൻ്റെ പേരിൽ അയാൾക്ക് നോട്ടീസ് അയച്ച് അയാളെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നിന്ന് ഒരു നിശ്ചിത ദിവസം മാറ്റി നിർത്തുകയോ, നേരത്തെ CPDT പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു മാക്സിമം എന്നുള്ള നിലയിൽ ചിലപ്പോൾ ആ പാർട്ടിയുടെ അംഗീകാരം തന്നെ റദ്ദാക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ ചെന്നെത്തുന്നത്. ഇതല്ലല്ലോ, വളരെ കൺസിസ്റ്റൻ്റായി ശ്രീ കെ വി എസ് ഹരിദാസ് മുസ്ലിം വിരോധം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി. അദ്ദേഹത്തിൻ്റെ ബൻസ്വാര പ്രസംഗം ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ നേതാവ് ഇന്നേ വരെ പ്രസംഗിച്ചിട്ടില്ലാത്ത ഏറ്റവും താഴ്ന്ന നിലവാരമുള്ള പ്രസംഗം എന്നുള്ള നിലയിൽ വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് ശ്രീ കെ വി എസ് ഹരിദാസ്. ബൻസ്വാര ഒരു ഒറ്റയ്ക്ക് സംഭവിച്ചു പോയ കാര്യമല്ല. ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറയുകയാണ് 15-ാം തീയതി എന്ന് പറയുന്നത് ഇന്നലെ, കോൺഗ്രസ് wanted to give 15% of the entire budget to Muslims, but they did not succeed because of the BJP's opposition എന്നാണ് ഏറ്റവും ഒടുവിലത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗമാണത്. എന്ത് പ്രധാനമന്ത്രിയാ കെ വി എസ് ഇത്? അല്ല നികേഷ്, ഞാൻ ഓരോന്നായിട്ട് മറുപടി പറയാം. എനിക്ക് മറുപടി പറയാനുള്ള അത് കേൾക്കാനുള്ള സൗമനസ്യം താങ്കൾ കാണിച്ചാൽ മതി. ഇതിൻ്റെ തുടക്കം എവിടെയാണ്? നമ്മുടെ ഭരണഘടന അനുസരിച്ച്, ഞാൻ നേരത്തെ ചർച്ചകളിൽ പറഞ്ഞതാ, നമ്മുടെ ഭരണഘടന അനുസരിച്ച് മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം കൊടുക്കാൻ അധികാരമുണ്ടോ? പണ്ട് തെലങ്കാനയിൽ കോൺഗ്രസ് അത് ചെയ്തു. അത് സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയുടെ മുമ്പിലാണ് പ്രശ്നം. കർണാടകത്തിൽ നേരത്തെ കഴിഞ്ഞ യെദ്യൂരപ്പ ഗവൺമെന്റിന് മുമ്പ് അത്തരത്തിലുള്ള ശ്രമം അവർ നടത്തിയിരുന്നു. യെദ്യൂരപ്പ ഗവൺമെന്റ് വന്നപ്പോൾ എടുത്തു കളഞ്ഞു. വീണ്ടും പുതിയ ഗവൺമെന്റ് വന്നു കഴിഞ്ഞപ്പോൾ, സിദ്ധരാമയ്യ ഗവൺമെന്റ് വന്നപ്പോൾ മുസ്ലിം സംവരണം കർണാടകത്തിൽ ഏർപ്പെടുത്തി. ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യാൻ ബാധ്യസ്ഥരല്ലേ? ഭരണഘടനാ ആന്ധ്രാപ്രദേശിലെ TDP JJP BJP സഖ്യത്തിൽ നിന്ന് ഈ മുസ്ലിം സംവരണം എടുത്തു കളയാൻ പറയണം. ഞാൻ മുസ്ലിം സംവരണത്തിന്റെ വിഷയത്തിലേക്ക് വരുന്നില്ല. മുസ്ലിം സംവരണം എന്നതാണ് നിങ്ങളുടെ വിരോധമെങ്കിൽ സ്വന്തം മുന്നണി വാഗ്ദാനം ചെയ്യുന്നതെങ്കിലും എടുത്തു കളയി കെ വി എസ്. അല്ല, OBC-കാരുടെയും SC-കാരുടെയും ST-കാരുടെയും ഒക്കെ അവകാശം കവർന്നെടുക്കാനുള്ള ഒരു ആസൂത്രിത ശ്രമം നടക്കുന്നു എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ മുസ്ലിം വിരുദ്ധമാക്കാൻ പറ്റുമോ? ഇനി ഇതിനേക്കാൾ അപ്പുറം ഹൈദരാബാദിലെ OWC-യെ പോലുള്ളവർ ഹിന്ദു വിരുദ്ധമായ ശക്തമായ പ്രസംഗങ്ങൾ നടത്തുമ്പോൾ കണ്ണടച്ചിരിക്കുകയാണ് ഇവിടെ എല്ലാവരും. നിങ്ങൾ ഈ പറയുന്ന BJPയെ എതിർക്കുന്നു എന്ന് പറയുന്ന കൂട്ടരൊക്കെ OWC-ക്കൊപ്പമാണ് അവിടെ. അതേപോലെ തന്നെ അനവധി സംഭവങ്ങളുണ്ട്. അത് പാകിസ്ഥാന് വേണ്ടി സംസാരിക്കുന്ന മനുഷ്യരെ അയ്യരെ പോലും നമ്മൾ ഈ കാലഘട്ടത്തിൽ കണ്ടില്ലേ? പറയൂ, പാകിസ്ഥാന് വേണ്ടി ശരി. ഇല്ല, അക്കാര്യത്തിലൊന്നും ഉത്തരവില്ല, പ്രസക്തിയില്ല. ജിൻഡോ ജോൺ കോൺഗ്രസിലെ മുസ്ലിം വിരുദ്ധ പ്രസംഗങ്ങൾ രാജ്യമെമ്പാടും പ്രധാനമന്ത്രി നടത്തുന്നു. ഇലക്ഷൻ കമ്മീഷൻ മിണ്ടാതിരിക്കുന്നു.
എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഒരു ഘട്ടത്തിൽ ദ ഡേ ഐ ഡു ഹിന്ദു മുസ്ലിം ഐ വിൽ ബി അൺവർത്തി ഓഫ് പബ്ലിക് ലൈഫ് എന്നാണ്. എനിക്ക് രാഷ്ട്രീയത്തിൽ തുടരാനുള്ള അവകാശം തന്നെ ഞാൻ മുസ്ലിം ഹിന്ദു രാഷ്ട്രീയം പറയുകയാണെങ്കിൽ ഇല്ലാതായി തീരുമെന്ന് ഒരു ഘട്ടത്തിൽ പറയുന്നു. തൊട്ടടുത്ത ദിവസം പറയുന്നു മുസ്ലിങ്ങൾക്ക് 15% രാജ്യത്തിൻ്റെ കോൺഗ്രസ് തുനിഞ്ഞു, പക്ഷേ BJPയുടെ എതിർപ്പുള്ളതുകൊണ്ട് നടന്നില്ല എന്ന്. എന്തു പറ്റി നമ്മുടെ പ്രധാനമന്ത്രിക്ക്? എന്തുകൊണ്ടാണ് അദ്ദേഹം കൺസിസ്റ്റൻ്റായി ഇത് പറയുകയും പല ഘട്ടത്തിൽ അദ്ദേഹം അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ആവർത്തിച്ച് പറയുകയും എന്ന് മാറ്റി പറയുകയും ചെയ്യുന്നത്? അല്ല നികേഷ്, ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, തുടക്കത്തിൽ ഇവർ വികസനത്തെക്കുറിച്ച് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് വിശ്വഗുരുവിൻ്റെ വലിയ രഥയാത്രകളെക്കുറിച്ച് പറഞ്ഞു, പിന്നെ 5ാമത്തെ സാമ്പത്തിക ശക്തിയാക്കും ഇന്ത്യയെ എന്ന് പറഞ്ഞു, 400 സീറ്റ് പിടിക്കുമെന്ന് പറഞ്ഞു, അടുത്ത പ്രാവശ്യം ചെങ്കോട്ടയിൽ ഞാൻ തന്നെയായിരിക്കും പതാക ഉയർത്തുന്നതൊക്കെ പറഞ്ഞു. ഇങ്ങനെ നിരന്തരം ഇത്തരത്തിലുള്ള വലിയ വലിയ അവകാശവാദങ്ങൾ ഉന്നയിച്ച നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടം കഴിയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന് ഇനി പൊളിറ്റിക്സ് സംസാരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ സ്ഥിരമായിട്ടുള്ളതും അദ്ദേഹത്തിൻ്റെ ശൈലിക്കനുസൃതമായി അദ്ദേഹത്തിന്റെ കയ്യിൽ എന്നും ഉണ്ടായിരുന്നതും ഈ വിദ്വേഷം പറയുക, വിഷം വിതയ്ക്കുക, അല്ലെങ്കിൽ വർഗീയത വിളമ്പുക, ഇതല്ലാതെ മറ്റൊരു പൊളിറ്റിക്സും അദ്ദേഹം പറഞ്ഞിട്ടില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ലൈവായിട്ട് പത്രസമ്മേളനം വിളിക്കാൻ ധൈര്യമില്ലാത്തൊരു പ്രധാനമന്ത്രി, വിദ്വേഷവും വിഷവും വെറുപ്പും മാത്രം പറയുന്ന ഒരു പ്രധാനമന്ത്രി, ഒരിക്കൽ പോലും രാഷ്ട്രീയമായിട്ട് വിഷയങ്ങളെ കാണാതെ വിഷയാടിസ്ഥമായി സംസാരിക്കാതെ കള്ളങ്ങളും വ്യാജങ്ങളും മാത്രം പറയുന്ന ഒരു പ്രധാനമന്ത്രി, വ്യാജ ഗ്യാരണ്ടിയുടെ മാത്രം ബലത്തിൽ സംസാരിക്കുന്ന ഒരു പ്രധാനമന്ത്രി, മനുഷ്യരോട് ലൈവായിട്ട് സംവദിക്കാൻ ധൈര്യമില്ലാതെ മൻ കി ബാത്ത് മാത്രം നടത്തുന്ന ഒരു പ്രധാനമന്ത്രി, ഇങ്ങനെയുള്ളൊരു കപട നാട്യക്കാരന് ഇതല്ലാതെ മറ്റൊന്നും പറയാൻ സാധിക്കില്ല. ഇങ്ങനെ ഇദ്ദേഹം തോന്നിയ പോലെയൊക്കെ പറയുമ്പോൾ, ജനപ്രാതിനിധ്യ നിയമത്തിനെതിരായിട്ട് കൂടി പറയുമ്പോൾ, മതവിശ്വാസങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പ്രസംഗിക്കുമ്പോൾ നോക്കുകുത്തിയാകുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇവിടെ കുറ്റക്കാരൻ. നരേന്ദ്രമോദിയുടെ വായിൽ നിന്ന് ഇതിനപ്പുറത്ത് മറ്റൊന്നും വരില്ല എന്ന് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുമല്ലോ. ഇവിടെ ഒരു സുപ്രീം കോടതി ജഡ്ജിയുടെ അധികാരങ്ങൾ ഉണ്ടായിരുന്ന ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളുടെ അധികാര പരിധിയൊക്കെ ഒരു ക്യാബിനറ്റ് സെക്രട്ടറിയുടെ അധികാരത്തിലേക്ക് വെട്ടിക്കുറയ്ക്കുകയാണ് ഈ സർക്കാർ ചെയ്തത്. ഇവിടെ പ്രധാനമന്ത്രിയും മറ്റൊരു മന്ത്രിയും കൂടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെ തീരുമാനിക്കുമ്പോൾ അവർ തീരുമാനിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ നടക്കും. ഇലക്ഷൻ കമ്മീഷൻ മോദിയുടെ കമ്മീഷൻ പറ്റുന്ന ഏജന്റുമാരായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി നടത്തുന്ന വിദ്വേഷ പ്രസംഗത്തിന് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രസിഡന്റിന് കത്ത് കൊടുക്കുകയും 20 ദിവസത്തിന് ശേഷം വിശദീകരണം വാങ്ങുകയും ആ വിശദീകരണത്തിൽ തൃപ്തരാണെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുമ്പോൾ ഈ രാജ്യത്തെ 75% മനുഷ്യർക്കും ഇലക്ഷൻ കമ്മീഷനിൽ വിശ്വാസമില്ലെന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. 2019 അശോക് ലവാസ എന്ന് പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ അംഗം രാജിവെച്ച് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എങ്ങനെയാണ് ഈ നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട ഇത്തരം വിദ്വേഷ പ്രചരണങ്ങളിൽ പരാതി കൊടുത്തിട്ട് നടപടി ഉണ്ടാകാതെ വരുമ്പോൾ സുപ്രീം കോടതി ഇടപെടുന്നു. 6 പ്രാവശ്യത്തോളം സുപ്രീം കോടതി ആവശ്യപ്പെട്ട അവസാനം ഇലക്ഷൻ കമ്മീഷൻ ഇടപെടുന്നു. ഇലക്ഷൻ കമ്മീഷൻ ക്ലീൻ ചീറ്റ് കൊടുക്കുന്നു. അങ്ങനെ അശോക് ലവാസ എന്ന് പറഞ്ഞ ഒരു ഇലക്ഷൻ കമ്മീഷൻ അംഗം രാജിവെച്ചൊഴിയുന്നു. ഇപ്രാവശ്യവും ഇലക്ഷന് 2 മാസം മുമ്പ് അരുൺ ഗോയൽ രാജിവെച്ച് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ ഇല്ലാത്ത ആർജവം മഹാരാഷ്ട്രയിൽ പ്രസംഗിക്കുമ്പോൾ നരേന്ദ്രമോദിയോട് ആ പ്രസംഗവേദിക്ക് സമീപമുണ്ടായിരുന്ന ഉള്ളി കർഷകർക്കുണ്ട്. ഉള്ളി കർഷകർക്ക് കാണിച്ച ആ ആർജവം പോലും ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങൾക്ക് നരേന്ദ്രമോദിയോട് കാണിക്കാൻ പറ്റാത്തത് നരേന്ദ്രമോദിയുടെ കമ്മീഷൻ ഏജന്റുമാരായിട്ട് ഇവർ മാറുന്നത് കൊണ്ടാണ്. ശിവസേനയുടെ പാർട്ടിൽ നിന്ന് ഹിന്ദുവെന്നും ഭവാനി എന്നുമുള്ള വാക്കുകൾ തിരുത്തണമെന്നും BRSന്റെ നേതാവിനോട് 48 മണിക്കൂർ നേരം പ്രചരണത്തിൽ നിന്ന് മാറി നിൽക്കണമെന്നൊക്കെ ആവശ്യപ്പെടുന്ന ഇലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ വർഗീയത കലർന്ന വിദ്വേഷം കലർന്ന പ്രസംഗത്തിൽ യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കേ ഉള്ളൂ. ഇലക്ഷൻ കമ്മീഷൻ BJPയുടെ പാർട്ടി ഓഫീസിലെ ചായക്കച്ചവടക്കാരെക്കാൾ മോശം നിലവാരത്തിലേക്ക് തരം താഴ്ന്നിരിക്കുന്നു. BJPയുടെ പാർട്ടി ഓഫീസിലെ ചായക്കച്ചവടക്കാരന്റെ നിലവാരത്തിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ താണിരിക്കുന്നു. ആരിഫ്, നമ്മുടെ നാടിന് ഇത് എന്തു പറ്റി? ഹിന്ദു മുസ്ലിം ധ്രുവീകരണം പറയാം, അതാണ് നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ എല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്ന് ഇതാ ഇപ്പോൾ ഈ പാനലിൽ KVS ഒഴിച്ചുള്ള ബാക്കി എല്ലാവരും പറയുകയുണ്ടായല്ലോ. രാമക്ഷേത്രം ഞങ്ങളാണ് നിർമ്മിച്ചത്, ഇന്ത്യ ബ്ലോക്ക് അതിനെ താഴിടാനാണ് ശ്രമിക്കുന്നത്. നോക്കൂ, ഒരു മതബിംബം ഉയർത്തിക്കാണിച്ച് തെരഞ്ഞെടുപ്പ് ഫൈറ്റ് ചെയ്ത ആരിഫ്, താങ്കൾക്കറിയാലോ ആ തെരഞ്ഞെടുപ്പ് റദ്ദാക്കാൻ കഴിയും നമുക്ക് നമ്മുടെ ഭരണഘടനാ അധികാരമുള്ള കോടതികൾക്ക്. അവിടെയാണ് രാമക്ഷേത്രം ഞങ്ങളാണ് നിർമ്മിച്ചത് എന്നും ഇന്ത്യ ബ്ലോക്ക് അതിനെ താഴിടാനാണ് ശ്രമിക്കുന്നതെന്നും പറയുന്നത്. മുസ്ലിം വിദ്വേഷ പ്രസംഗത്തിന് കയ്യും കണക്കുമില്ല ആരിഫെ, എന്തു പറ്റി നമ്മുടെ നാടിന്? നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ബഹുമാനപ്പെട്ട ശ്രീ KV ഹരിദാസിന്റെ മറുപടി ഞാനിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹം ശ്രീ PDT ആചാര്യ നമ്മളെല്ലാം ബഹുമാനിക്കുന്ന നമ്മുടെ ഭരണഘടനയെ സംബന്ധിച്ചെല്ലാം വളരെ നന്നായി അവലോകനം ചെയ്ത് പറയാൻ അറിയാവുന്ന ആളാണ്. ഞാൻ അവർ രണ്ടുപേരെയും സ്പീച്ച് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ശ്രീ ജിൻഡോടെ സംസാരിച്ചു. അതല്ല,
ഞാൻ വിചാരിച്ചത് അദ്ദേഹം PDT ആചാര്യ അദ്ദേഹത്തിന്റെ ആശങ്ക പങ്കുവച്ചത് ഇത്തരത്തിലുള്ള ഹെയ്റ്റ് സ്പീച്ചുകളെല്ലാം തന്നെ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷനെ എല്ലാം അട്ടിമറിക്കുന്ന, നമ്മുടെ രാജ്യത്തെ മതധ്രുവീകരണത്തിലേക്ക് നയിച്ച്, മതഭ്രാന്തിലേക്ക് നയിച്ച്, വലിയ കലാപങ്ങളിലേക്കടക്കം എത്തിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള വലിയ തോതിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കയ്യും കണക്കുമില്ല, ശ്രീ നികേഷിന്റെ ഭാഷ തന്നെ കടമെടുത്താൽ കയ്യും കണക്കുമില്ലാതെ ഉള്ള വിദ്വേഷ പ്രസംഗങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നടത്തിയിട്ടും വെറും നോക്കുകുത്തി പോലെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് നമ്മുടെ ഇന്നത്തെ ഡിബേറ്റിന്റെ ചർച്ചാ വിഷയം. ആ വിഷയത്തെക്കുറിച്ച് ഒരക്ഷരം പോലും ബഹുമാനായ ശ്രീ ഹരിദാസ് പറഞ്ഞില്ല. ഇലക്ഷൻ കമ്മീഷൻ ഇതെല്ലാം നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ ഞാനും നിങ്ങളുമെല്ലാം ഒരേ രക്തമാണ്, നമ്മൾ ഈ പ്രക്രിയയിലെല്ലാം അഭിമാനം കൊള്ളുന്നു. എന്തായാലും ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് വരട്ടെ, വിധി വരട്ടെ, ആ വിധിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് തീരുമാനമെടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഒഴിയേണ്ട ഒരു ഘട്ടമാണോ ഇത്? ഇങ്ങനെ വന്നാൽ ഇത് തീ പിടിപ്പിക്കുകയാണ്. നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇത് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ വിതറുന്ന ഈ വിദ്വേഷം എവിടെ ചെന്ന് അവസാനിക്കും? പരസ്പരം സ്നേഹിക്കേണ്ട നമ്മുടെ സഹജീവികളെ ഏതർത്ഥത്തിലും ഇല്ലാതാക്കാൻ ഇവിടുത്തെ ജനാധിപത്യ പ്രക്രിയയെ തന്നെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് അങ്ങേയറ്റം അപകടകരമായ തീ കോരിയിടുകയാണ്. ഇത് രാജ്യത്തെ ആളിക്കത്തിക്കാനുള്ള തീ കോരിയിടലാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് എങ്ങനെ പറയാൻ പറ്റും? ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ തലപ്പത്തിരുന്നു കൊണ്ട് അദ്ദേഹത്തിന് എങ്ങനെ പറയാൻ പറ്റും രാമക്ഷേത്രത്തെക്കുറിച്ച്? കോടതി വിധി വന്നു, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി പറയുന്നു. ആ വിധിയുടെ അടിസ്ഥാനത്തിൽ രാമക്ഷേത്ര പിന്നെ കമ്മിറ്റിക്ക് അനുകൂലമായിട്ട് ഭൂമി കൊടുക്കുന്നു. ആ ഭൂമിയിൽ അവർ ട്രസ്റ്റ് ക്ഷേത്രം പണിയുന്നു. അത് ഗവൺമെന്റിന്റെ ഭരണ നേട്ടമായി എങ്ങനെ പറയാൻ പറ്റും? അതുമായി വ്യാഖ്യാനിച്ചാൽ തന്നെ സുപ്രീം കോടതിയെ പോലും അവഹേളിക്കുകയും വെല്ലുവിളിക്കുകയുമല്ലേ? മതത്തിന്റെ പേര് എന്താ പറഞ്ഞിരിക്കുന്നത്? സുപ്രീം കോടതിയുടെ വിവിധ വിധികളെ ഞാൻ കോട്ട് ചെയ്യാൻ സമയമുണ്ടെന്ന് അറിയാൻ പാടില്ല. Section 123(3) of the Representation of the People Act 1951 bars the promotion of or attempt to promote feeling of enmity or hatred between different classes of citizens of India on grounds of religion, race, caste, community or language by a candidate or his agent or any other person with the consent of a candidate or his election agent for the furtherance of the prospects of the election of that candidate or for prejudicially affecting the election of any candidate. സുപ്രീം കോടതി വളരെ കൃത്യമായി പറയുകയാണ്. 2017 ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ ജസ്റ്റിസ് താക്കൂറിന്റെ വിധിയുണ്ട്. അദ്ദേഹത്തിന്റെ വേർഡിക്ട് നോക്കുക. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർബിഡ്സ് ദ സ്റ്റേറ്റ് ഫ്രം മിക്സിംഗ് റിലീജിയൻ വിത്ത് പൊളിറ്റിക്സ്. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ 2017 വിധിയാണ്. മിക്സിംഗ് ദ റിലീജിയൻ വിത്ത് പൊളിറ്റിക്സ്. ദ സ്റ്റേറ്റ് ബീയിങ് സെക്കുലർ ഇൻ ക്യാരക്ടർ വിൽ നോട്ട് ഐഡന്റിഫൈ ഇറ്റ്സെൽഫ് with anyone of the religion or religious denominations. എന്താ കൃത്യമായി പറയല്ലേ? ഇതിനെയെല്ലാം സുപ്രീം കോടതിയെയും അതുപോലെ രാജ്യത്ത് നിലനിൽക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയും എല്ലാം ലംഘിച്ചുകൊണ്ട് എന്തും പറഞ്ഞുകൊണ്ട് 4 വോട്ട് പിടിക്കാൻ വേണ്ടി രാജ്യത്തിന് തീടുകയല്ലേ അദ്ദേഹം ചെയ്യുന്നത്? എന്തേ അദ്ദേഹത്തിന്റെ 10 വർഷത്തെ ഭരണ നേട്ടം പറഞ്ഞില്ല? അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് ആ ഗ്യാരണ്ടിയിൽ നിന്ന് മാറുന്നതിനാണ്. അവിടെ ഉറച്ചു നിൽക്കണ്ടേ? തന്റെ ഗ്യാരണ്ടി താൻ 10 വർഷം ഇന്നതെല്ലാം ചെയ്തു, ഇനി വരാൻ പോകുന്നു, ഇന്നതൊക്കെ ചെയ്യാൻ പോകുന്നു എന്നത് പറയുന്നതിന് പകരം ഈ ജനങ്ങളുടെ മനസ്സിൽ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വർഗീയതയുടെ തീ കോരിയിടുന്നതിന് തത്സമയം ഇടപെടേണ്ട ഇലക്ഷൻ കമ്മീഷൻ അത് ശ്രീ ജിൻഡോ പറഞ്ഞ പോലെ ചായ എടുക്കുന്നവരെ പോലല്ല, വെറും അധപ്പതിച്ച് വെറും ചെരുപ്പ് നക്കികളായി ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ അധപ്പതിച്ചു എന്നല്ലേ ഇവിടെ പറയേണ്ടത്? ആ പറയാനുള്ള ആർജവും ബഹുമാനപ്പെട്ട ശ്രീ ഹരിദാസ് കാണിക്കണ്ടേ? അപ്പോഴല്ലേ നമ്മുടെ ജനാധിപത്യ പ്രക്രിയ അദ്ദേഹം സ്വപ്നം കാണുന്ന പോലെ, അദ്ദേഹം പ്രസ്താവിച്ച പോലെ, അദ്ദേഹം ആഗ്രഹിക്കുന്ന പോലെ ജനാധിപത്യ പ്രക്രിയയിൽ നമുക്കെല്ലാം അഭിമാനം കൊള്ളാനും ആ രക്തത്തിൽ നമ്മളെല്ലാം ഊറ്റം കൊള്ളാനും നമുക്ക് പറ്റത്തുള്ളൂ. പക്ഷെ അതിനെക്കുറിച്ച് അദ്ദേഹം ഒരു അക്ഷരം മിണ്ടിയില്ല. ഇന്ന് ഇലക്ഷൻ കമ്മീഷനെ അധപ്പതിച്ചിരിക്കുന്നത്, ഞങ്ങൾ പാർലമെന്റിൽ ഇലക്ഷൻ കമ്മീഷന്റെ ഘടനയെ സംബന്ധിച്ച് മാറ്റിയത് ഞങ്ങളെല്ലാം വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞ് വോട്ട് രേഖപ്പെടുത്തിയവരാണ്. ആ വോട്ടിനിട്ട് തള്ളിക്കൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഘടനയെ മാറ്റിക്കൊണ്ട് ഇലക്ഷൻ എടുത്തപ്പോഴത്തേക്ക് പപ്പറ്റുകളെ കൊണ്ടുവന്ന് വെച്ച് ഇലക്ഷൻ നടത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നരേന്ദ്രമോദി പ്രസംഗിച്ചാൽ BJPയുടെ പ്രസിഡന്റിനാണ് നോട്ടീസ് അയക്കേണ്ടത്?
ബിജെപിയുടെ പ്രസിഡന്റാണ് നോട്ടീസ് ചോദ്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ദയവായി തുടരുക ഷിയെ മാരിഫ്. ഡോക്ടർ വർഗീസ് ജോർജ്, ഒഫൻസിന്റെ ഗ്രാവിറ്റി കൂട്ടുന്നത്, ഗൗരവമുള്ളാക്കുന്നത്, അതൊരു കുറ്റകൃത്യമാക്കുന്നത് പ്രധാനമന്ത്രിയാണ് ഈ പ്രസംഗം നടത്തിയത് എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ എ മാരിഫ് വായിച്ചിട്ടുള്ള സുപ്രീം കോടതി വിധി ന്യായങ്ങൾ കൃത്യമായ രീതിയിൽ വർഗീയ വിദ്വേഷം വളർത്തുന്നത് നിയമപരമായി ശരിയല്ല, നിയമപരമായി കുറ്റകരമാണ് എന്ന് പറയുമ്പോൾ പക്ഷെ നമ്മുടെ പ്രധാനമന്ത്രിക്ക് അത് സാധിക്കുന്നു. നമ്മുടെ പ്രധാനമന്ത്രി എല്ലാ അതിരും വിട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും 2-3 ഘട്ടങ്ങൾ തിരഞ്ഞെടുപ്പിൻ്റെ കഴിഞ്ഞപ്പോൾ വളരെ പരിഭ്രാന്തിയിലാണ്. രാജ്യത്തെ 28 രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് നിന്ന് തിരഞ്ഞെടുപ്പ് നേരിട്ടപ്പോൾ സമവാക്യങ്ങളെല്ലാം മാറി. BJPക്ക് ഏറ്റവും ഒടുവിൽ 2 സഖ്യകക്ഷികളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ആന്ധ്രാപ്രദേശിലെ ജഗൻ, അവർ കഴിഞ്ഞ 5 വർഷവും ശ്രീ ആരിഫിന് അറിയാം, പാർലമെൻറ്റിൽ BJPയുടെ എല്ലാ നയങ്ങളെയും പിന്താങ്ങിയവരാണ്. ബിജു പട്നായിക്കിൻ്റെ മകൻ നവീൻ പട്നായിക്ക് കഴിഞ്ഞ 5 വർഷവും BJPയുടെ എല്ലാ നയങ്ങളെയും പാർലമെൻറ്റിൽ പിന്താങ്ങിയവരാണ്. അവരായിരുന്നു അവസാനത്തെ 2 സഖ്യകക്ഷികൾ. ഇപ്പോൾ ആ 2 സ്റ്റേറ്റുകളിലും ഇവർ പരസ്പരം ഏറ്റുമുട്ടുകയാണ്. ജഗൻ്റെ പാർട്ടിയും BJPയും തമ്മിലുള്ള ഫൈറ്റാണ്. നവീൻ പട്നായിക്കിൻ്റെ പാർട്ടി അസംബ്ലിയിലും പാർലമെൻറ്റിലും BJPയോട് ഏറ്റുമുട്ടുകയാണ്. സമവാക്യങ്ങൾ മുഴുവൻ മാറി. ഇത് മനസ്സിലാക്കി പരിഭ്രാന്തി പിടിച്ചിരിക്കുകയാണ്. മാർക്സ് ഒരിക്കൽ എഴുതിയിട്ടുണ്ട്, സ്വിറ്റ്സർലൻഡിലെ രാജാക്കന്മാരുടെ മക്കൾ കുസൃതി കാണിച്ചാൽ ബാല്യക്കാർക്ക് അവരെ അടിക്കാൻ അവകാശമില്ല. അതിന് പകരം ചെയ്യുന്നത് ബാല്യക്കാരുടെ മക്കളെ പിടിച്ച് 2 അടി കൊടുക്കും. അതുപോലെയാണ് ഇവിടെ നമ്മുടെ പ്രധാനമന്ത്രി നടത്തിയ വിദ്വേഷ പ്രസംഗത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാതെ ആ പാർട്ടിക്ക് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. വളരെ ദയനീയമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സ്ഥിതി. ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീമിൽ മുസ്ലിങ്ങളെ തിരികെ കയറ്റുമെന്നാണ്. ഇവിടെ സംവരണത്തെക്കുറിച്ചാണല്ലോ ഏറ്റവും മർമ്മപ്രധാനമായി ചർച്ച നടന്നത്. പ്രധാനമന്ത്രി പറഞ്ഞു OBC സംവരണം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മുസ്ലിങ്ങൾക്ക് എടുത്തു കൊടുക്കുമെന്ന്. ഈ OBC സംവരണത്തെ ഏറ്റവും എതിർത്തതാരാ? VP സിംഗ് OBC സംവരണം കൊണ്ടുവന്നപ്പോൾ ആ സംവരണത്തെ ഏറ്റവും അധികം എതിർത്തത് 2 പാർട്ടികളായിരുന്നു. ഒന്ന് കോൺഗ്രസ്, ഒന്ന് BJP. വെങ്കിട്ടരാമൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വിശ്വാസപ്രമേയം പാർലമെൻറ്റിൽ കൊണ്ടുവന്നപ്പോൾ രാജീവ് ഗാന്ധിയും അതേപോലെ തന്നെ LK അദ്വാനിയെയും VP സിംഗിനെ പിച്ച് ചീന്തുകയായിരുന്നു എന്നാണ് രാഷ്ട്രപതി വെങ്കിട്ടരാമൻ എഴുതിയിട്ടുള്ളത്. പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ തിരുത്തി. അതൊരു കാവ്യനീതിയാണ്. അവരിപ്പോൾ സംവരണത്തെ അനുകൂലിക്കുന്നു. അന്ന് OBC സംവരണത്തെ അതിശക്തമായിട്ട് എതിർത്ത ഈ BJPയുടെ നേതാവാണ് പറയുന്നത് OBC സംവരണം എടുത്ത് മുസ്ലിമുകൾക്ക് കൊടുക്കുമെന്ന്. ഇവിടെ ഈ രാജ്യത്ത് മതത്തിന് സംവരണമില്ലെന്ന് എല്ലാവർക്കും അറിയാം. ഭരണഘടന പറയുന്ന റിസർവേഷൻ ഷുഡ് ബി ഗ്രാൻറ്റഡ് ടു സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസസ് ഇൻ അപ്പോയിൻമെൻറ്റ്സ് ഇൻ ഗവൺമെൻറ്റ്സ് ആൻഡ് ഇൻ അഡ്മിഷൻസ് ഇൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ്. വിദ്യാഭ്യാസപരമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനത്തിനും ഗവൺമെൻറ്റിലും ഉദ്യോഗത്തിനും സംവരണം കൊടുക്കണമെന്നാണ്. ഇവിടെ മതത്തിന് സംവരണമില്ല. ഇവിടെ നമ്മൾ വിഷയത്തിലേക്ക് വന്നാൽ 1 മുതൽ 4 ഘട്ടം വരെ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ഓരോ ഘട്ടം കഴിയുമ്പോഴും എക്സിറ്റ് പോളുകൾ മാധ്യമ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്, അല്ലാതെ പോൾസ്റ്റേഴ്സ് വേറെയും നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ 1ാം ഘട്ടം, 2ാം ഘട്ടം, 3ാം ഘട്ടം, 4ാം ഘട്ടം വരുമ്പോൾ ഓരോ മുന്നണികൾക്കുമുള്ള ട്രെൻഡ് എന്താണ് എന്നത് സംബന്ധിച്ച് ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിന് അറിയാം. ആദ്യഘട്ടത്തിൽ വികസിത ഇന്ത്യയെക്കുറിച്ച് 2047 ആകുമ്പോൾ രാജ്യം സമ്പൂർണ്ണ വികസിത രാജ്യമാകുന്നതിനെക്കുറിച്ച്, 3ാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യയെ 2029 മുമ്പ് മാറ്റുന്നതിനെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞതെങ്കിൽ പിന്നീട് ഈ പറയുന്ന മംഗൾസൂത്രം പിടിച്ചു പറിക്കും, അതുപോലെ നുഴഞ്ഞു കയറ്റക്കാരൻ, മക്കളെ പെറ്റുകൂട്ടുന്നവർ എന്ന നിലയിലേക്ക് അജണ്ട താഴാനുള്ള കാരണം താങ്കൾ വിചാരിക്കുന്നത് BJPക്ക് സീറ്റ് കുറയുമെന്നുള്ള അവരുടെ തന്നെ കണക്കുകൂട്ടലാണ് എന്നാണോ? അങ്ങനെയാണ് എങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഇതാണോ അതിൻ്റെ വഴി? അതെ, ഇത് തന്നെയാണ് വഴി. അവരുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അറിയാമല്ലോ. സ്വാതന്ത്ര്യലബ്ധിയുടെ കാലം തൊട്ട് തന്നെ BJPയുടെ നേരത്തെയുള്ള രൂപങ്ങൾ ഇന്ത്യയിൽ ഒരു വർഗീയമായ ധ്രുവീകരണത്തിന് ശ്രമിച്ചുകൊണ്ടിരുന്നു. സ്വാതന്ത്ര്യലബ്ധിയുടെ കാലഘട്ടത്തിൽ അതിന് മുമ്പ് തന്നെ
പക്ഷേ ഗാന്ധിജിയുടെ സ്പിരിച്വാലിറ്റി, നെഹ്റുവിൻ്റെ ഒരു സെക്യുലർ ഹ്യൂമനിസം, കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഒരു മതനിരപേക്ഷത, അതിൻ്റെ ഒന്നും അടിസ്ഥാനത്തിൽ ഈ രാജ്യത്ത് വർഗീയ പ്രചാരണം നടത്താൻ സാധിച്ചില്ല. അപ്പോഴാണ് അവർ മനസ്സിലാക്കിയത് ഈ രാജ്യത്ത് ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, ധ്രുവീകരണം നടത്തണം. അങ്ങനെയാണ് 1980-കളിൽ രാമജന്മഭൂമി ബാബറി മസ്ജിദ് പ്രശ്നം ഉയർത്തിയത്. ആ ബാബറി മസ്ജിദ് രാമജന്മഭൂമി പ്രശ്നം ഉയർത്തുമ്പോൾ 1984 അവർക്ക് 2 ലോക്സഭാ സീറ്റേ ഉള്ളൂ. അതാണ് ചരിത്രം. ബിജെപിയുടെ ചരിത്രം അതാണെന്നാണ് താങ്കൾ വിശദീകരിക്കുന്നത്. ഷിബി ടി ആചാരി, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാര്യത്തിനകത്ത് ആശങ്കാജനകമായ കാര്യമായി ഇവിടെ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റിൽ ഹിന്ദു മുസ്ലിം സ്പർദ്ധ ഉന്നയിച്ചിട്ട് പോലും അതിൽ തന്നെ പ്രസ്താവനകൾ നടത്തിയിട്ട് പോലും നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. സി എയുടെ കാര്യത്തിനകത്ത് 1 മുതൽ 7 വരെയുള്ള ഘട്ടങ്ങൾക്കിടയിൽ തന്നെ സി എയുടെ സർട്ടിഫിക്കറ്റുകൾ, പൗരത്വം അനുവദിച്ചുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. അത് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പറയുകയാണ്, ഞങ്ങൾ സി എയുടെ സർട്ടിഫിക്കറ്റ് നൽകി കഴിഞ്ഞിരിക്കുന്നു എന്ന്. ഇത് എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കാത്തത് എന്നുള്ളതാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്തത്. നോക്കൂ, ഇവിടെ അതിനേക്കാൾ ഗൗരവമായിട്ടുള്ള വിഷയം ഇപ്പോൾ ആക്ഷേപം വരുന്നത്, സാർ ഞാൻ ആ ചോദ്യം ഒന്ന് പൂർത്തിയായിക്കോട്ടെ. ആക്ഷേപം വരുന്നത് ഒന്നാം ഘട്ട പോളിംഗ് കഴിഞ്ഞ് 11 ദിവസം കഴിഞ്ഞിട്ടാണ് ഫൈനൽ ടേൺ ഔട്ട് പുറത്തുവിട്ടിട്ടുള്ളത്. ഈ അശോക് ലവാസ മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറയുന്നത് അതേ ദിവസം തന്നെ ഈ ഫൈനൽ ടേൺ ഔട്ട് പുറത്തുവിടാൻ കഴിയും. ഇനി അഥവാ കഴിഞ്ഞില്ലെങ്കിൽ തന്നെ 48 മണിക്കൂറിനുള്ളിൽ ഡാറ്റ പുറത്തുവിടാനുള്ള ഇക്കോ സിസ്റ്റം ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് ഒന്നാം ഘട്ടത്തിൽ 11 ദിവസമാണെങ്കിൽ രണ്ടാം ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും അത് 4 ദിവസം കഴിഞ്ഞിട്ടാണ് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ആകെ 4 ഘട്ടം കഴിഞ്ഞപ്പോൾ പറയുന്നത് 451 മില്യൺ വോട്ട് ചെയ്തു എന്നുള്ളതാണ്. അതായത് പക്ഷേ ഈ 4 ഘട്ടത്തിൽ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസി വൈസ് ഡാറ്റ ഇപ്പോഴും ലഭ്യമല്ല. ഇത് 2019 ഇതായിരുന്നു അവസ്ഥ. 2019 ഇലക്ഷൻ കമ്മീഷൻ ഫൈനൽ ടാലി പുറത്തുവിട്ടില്ല, ഒരു പ്രൊഫഷണൽ ടാലി മാത്രമാണ് പുറത്തുവിട്ടിട്ടുള്ളത്. അവിടെ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അത് നമുക്കിപ്പോൾ വിശദമായി ചർച്ച ചെയ്യേണ്ടതില്ല. എന്തുകൊണ്ടാണ് ഈ നിലയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ലവാസ പറയുന്ന കാര്യമുണ്ട്, അതായത് അങ്ങനെ ഉണ്ടാകാനുള്ള ഒരു മാർഗവുമില്ല. ഫോം 17C അനുസരിച്ച് പ്രിസൈഡിംഗ് ഓഫീസർമാർ ഡ്യൂപ്ലിക്കേറ്റിൽ ഫില്ല് ചെയ്ത് അത് അറ്റസ്റ്റ് കോപ്പിയായി സ്ക്രൂട്ടനിക്കായി സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ പിന്നെ അത് ഫൈനൽ ടാലി കൊടുക്കാതിരിക്കാൻ കഴിയില്ല, കൊടുക്കാതിരിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഈ നിലയിൽ വളരെ സ്വാഭാവികമായി നടക്കേണ്ട കാര്യങ്ങൾ പോലും നടക്കുന്നില്ല എന്നുള്ളത് ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ? അത് വാസ്തവം പറഞ്ഞാൽ വളരെ മിസ്റ്റീരിയസ് ആയ ഒരു കാര്യമാണ്. കാരണം അതിന്റെ ആവശ്യമില്ല. ഇലക്ഷൻ കമ്മീഷന് ഇപ്പം നമ്മുടെ ഈ ഡിജിറ്റൽ ഏജിൽ പ്രത്യേകിച്ചും ഈ വോട്ടിങ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതിന്റെ ഫിഗേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ ഒരു താമസം 10-11 ദിവസത്തെ താമസം വരിക എന്ന് പറയുന്നത് അത് വളരെ അസാധാരണമാണ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഇലക്ഷൻ കമ്മീഷന് ജനങ്ങളോട് പറയാനുള്ള ഒരു ബാധ്യതയുണ്ട്. അതായത് ഇലക്ഷൻ കമ്മീഷന്റെ എല്ലാ പ്രവർത്തനങ്ങളും ട്രാൻസ്പെറന്റ് ആയിരിക്കണം. കാരണം കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, ജനങ്ങളെ വിശ്വാസത്തിൽ എടുക്കേണ്ട ആവശ്യമുണ്ട്. അത് ഇലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ട് വിശദീകരിക്കുന്നില്ല? അതിപ്പോഴും അതൊരു മിസ്റ്ററി ആയിട്ട് അവശേഷിക്കുന്നു. ജനങ്ങളുടെ മനസ്സിൽ അത് സംശയം നിലനിൽക്കുന്നു. അപ്പൊ ജനങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു സംശയം നിലനിൽക്കുമ്പോൾ അത് മാറ്റിയെടുക്കേണ്ട ഒരു ചുമതലയും ഇലക്ഷൻ കമ്മീഷനുണ്ട്. കാരണം ഈ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്ന് പറയുന്നത് വെറുതെ ഒരു വാക്കല്ല, അതിന് ഭയങ്കര കണ്ടന്റ് ഉള്ളതാണ്. അത് ജനങ്ങളിൽ വിശ്വാസം കൂടെ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെ ആ ജനങ്ങളിൽ ആ ഒരു വിശ്വാസം ജനിപ്പിക്കുന്ന രീതിയിൽ വേണം ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കാൻ. അതാണ് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഇതുപോലെ താമസിക്കുന്നെങ്കിൽ അതിൽ ടെക്നിക്കൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പറയാൻ അവർക്ക് എന്താണ് മടി? അത് പറയേണ്ടത് ആവശ്യമാണ്. ഒരുപക്ഷെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, അതിന്റെ ഫിഗേഴ്സിന് ഒക്കെ ഒന്നും ഒരു മാറ്റമില്ലാതെ തുടരുമായിരിക്കും. പക്ഷെ അത് ജനങ്ങളുടെ മനസ്സിൽ ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തന രീതികളെ കുറിച്ച് വിശ്വാസം ജനിപ്പിക്കത്തക്ക രീതിയിൽ അവർക്കത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം അത് ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് വാസ്തവത്തിൽ അത് ഇന്നും ഒരു മിസ്റ്ററി ആയിട്ട് അവശേഷിക്കുകയാണ്. അത് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുള്ള ഒരു വീഴ്ചയാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം അങ്ങനെ ചെയ്യേണ്ട കാര്യം അവർക്കില്ല. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് വാസ്തവം പറഞ്ഞാൽ വളരെ ഒരു അവർ ശരിയാണ്, ഇപ്പൊ പ്രസിഡന്റാണ് ഒരു ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത്. പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ എക്സിക്യൂട്ടീവ് ആണ്, പ്രൈം മിനിസ്റ്റർ ആണ് ഹെഡ് ഓഫ് ദി എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അവരാണ് തീരുമാനിക്കുന്നത്, ശരിയാണ്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഇത് ഇലക്ഷൻ കമ്മീഷണറായിട്ട് അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ചില അധികാരങ്ങളും സേഫ് ഗാർഡ്സും ഉണ്ട് ഇതിനകത്ത്. ഒരു ഇലക്ഷൻ കമ്മീഷനെ വെറുതെ അങ്ങ് പിരിച്ചുവിടാൻ പറ്റില്ല. ഇലക്ഷൻ കമ്മീഷനെ ഇംപീച്ച് ചെയ്യാനേ പറ്റുള്ളൂ. അതുപോലെ തന്നെ അവരുടെ ശമ്പളം അതുപോലുള്ള കാര്യങ്ങൾ
അതിനൊന്നും എതിരായിട്ട് അത് കുറയ്ക്കാനോ ഒന്നും സാധ്യമല്ല. അവർ സർവീസ് ഇതിൽ കയറി കഴിഞ്ഞാൽ, അപ്പോയിന്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ, ചാർജ് എടുത്തു കഴിഞ്ഞാൽ, അങ്ങനെയൊക്കെയുള്ള പല സേഫ് ഗാർഡുകളും ഉണ്ട് അവർക്ക്. അപ്പൊ അവർക്ക് വസം പറഞ്ഞാൽ അഫോർഡ് ടു ബി ഇൻഡിപെൻഡന്റ്. അങ്ങനെയാണ്. ശേഷൻ ജീവിതകാലം മുഴുവൻ ഗവൺമെന്റിനെ സേവിച്ചിരുന്ന ഒരു IAS ഉദ്യോഗസ്ഥനാണ്. ഞാൻ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ പല കണ്ടിട്ടുണ്ട്. ഇവിടെ ഫയലും ഒക്കെ എടുത്തുകൊണ്ട് മന്ത്രിമാരുടെ പുറകെ ഇങ്ങനെ ഓടുന്ന ശേഷനെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ. പക്ഷേ അദ്ദേഹം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയിലൊക്കെ വളരെ മാറ്റം വന്നു. കാരണം ഒരു ഇൻഡിപെൻഡന്റ് അതോറിറ്റി എന്നുള്ള ഒരു ബോധം അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം നടത്തിയ ചില പ്രവർത്തനങ്ങൾ വാസ്തവത്തിൽ അങ്ങനെയാണ് ഈ ഇലക്ഷൻ കാലത്തുണ്ടായിരുന്ന ഒരുപാട് മാൽ പ്രാക്ടീസസ്. മുമ്പേ നികേഷ് പറഞ്ഞ ഈ ബൂത്തുകൾ പിടിച്ചടക്കുക, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ ഒരു അവസാനം കണ്ടത് ഈ ശേഷന്റെ വളരെ ഡിസൈസീവായിട്ടുള്ള നടപടികൾ കൊണ്ടും മാത്രമാണ്. അപ്പൊ ഇലക്ഷൻ കമ്മീഷന് തീർച്ചയായിട്ടും അങ്ങനെയുള്ള നടപടി എടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട്, അധികാരങ്ങളുമുണ്ട്. പക്ഷെ അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇൻക്ലിനേഷനാണ്, അത് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവാണ് ആവശ്യം എന്നുള്ളത്. നോക്കൂ, EVM-നെ കുറിച്ച് ആശങ്കകൾ ഉണ്ടായിരുന്നു. കോടതിയിലും ആ ആശങ്ക എത്തിയിരുന്നു. കോടതി അക്കാര്യത്തിൽ EVM തുടരട്ടെ എന്ന നിലപാടാണ് എടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് EVM പോകുന്നത്. VVPAT-ൻ്റെ കാര്യത്തിൽ പോലും ഉന്നയിച്ചിട്ടുള്ള ആശങ്കയോ അല്ലെങ്കിൽ പരിഷ്കരണമോ സുപ്രീം കോടതി അനുവദിച്ചിട്ടില്ല. പക്ഷേ 2019 പോയാൽ ഈ വോട്ടർ ടേൺ ഔട്ടും വോട്ട്സ് കൗണ്ടഡ് ഓൺ EVM-ഉം രണ്ടും പരിശോധിക്കുമ്പോൾ അത് രണ്ടും ടാലി ചെയ്യുന്നുണ്ടായിരുന്നില്ല. EVM-ലെ കൗണ്ട് ചെയ്ത വോട്ടുകൾ ടോട്ടൽ വോട്ടർ ടേൺ ഔട്ടിനേക്കാൾ കൂടുതലായിരിക്കുന്നു. 2019 കാര്യമാണ് ഞാൻ പറഞ്ഞത്. തൊട്ടടുത്ത ദിവസം ഇലക്ഷൻ കമ്മീഷൻ പ്രസ് റിലീസ് ഇറക്കി 542 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നും ഇൻഡെക്സ് ഫോമിന് കാത്തിരിക്കുകയാണ് എന്ന് പറയുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അതൊക്കെ തന്നെയും നമ്മുടെ മനസ്സിൽ ആശങ്കയും സംശയവും ഉളവാക്കേണ്ടതുണ്ടോ? അതോ ഇതൊക്കെ ഇങ്ങനെയാണ്? നമുക്കൊരു കൃത്യമായ കണക്ക് വേണ്ടേ? 10 വോട്ട് എൻ്റെ ബൂത്തിൽ പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 10 വോട്ടാണ് പോൾ ചെയ്തിട്ടുള്ളത്. ഈ രാജ്യത്ത് 96 കോടി വോട്ടർമാരുണ്ടെങ്കിൽ അതിൽ 68 കോടിയാണ് വോട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ 68 കോടി ഇത്ര വോട്ടുകൾ മൊത്തം പോൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയാനും എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അത് ഇത്രയാണ് എന്ന് വ്യക്തമാക്കാനുമുള്ള അത് കേൾക്കാനുള്ള ഭരണഘടനാപരമായ അവകാശം എനിക്കില്ലേ? തീർച്ചയായിട്ടും അതുണ്ട്. അത് അറിയിപ്പിക്കാനുള്ള ബാധ്യത ഈ ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് താനും. ഈ ഫിഗേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അങ്ങനെ മാറ്റിമറിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ. അപ്പൊ അത് ഈ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ ചില സമയങ്ങളിലൊക്കെ ഈ ആവശ്യമായ ചില വിശദീകരണങ്ങൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ അത് കൊടുക്കാതിരിക്കുക. എന്താണ് കാരണം നമുക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണല്ലോ ഈ സംശയങ്ങൾ മനുഷ്യന്റെ മനസ്സിലുണ്ടാവുന്നത്. അവരത് ട്രാൻസ്പെറന്റ് ആയി പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ ക്രെഡിബിൾ ആയ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ പ്രശ്നം തീരാവുന്നുള്ളതേ ഉള്ളൂ. അതാണ് ആവശ്യം. ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ അതാണ് പ്രതീക്ഷിക്കുന്നത്. ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു മാൻഡേറ്റ് തന്നെ അതാണ്. അപ്പൊ അതനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നന്ദി PDT ആചാരി. KVS ഹരിദാസ്, നോക്കൂ, ഇത് വളരെ ഗുരുതരമായിട്ടുള്ള വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ വിശ്വാസമില്ലാതായി പോയാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതം KVS-ന് മനസ്സിലാക്കാൻ കഴിയുന്നതല്ലേ ഉള്ളൂ. അല്ല നികേഷേ, ഇതിപ്പോ ഒരു തെരഞ്ഞെടുപ്പ് പരാജയം മുന്നിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ആക്ഷേപിക്കുക, തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നടക്കുന്ന എല്ലാ നടപടിക്രമങ്ങളെയും അധിക്ഷേപിക്കുക, ഇത് കഴിഞ്ഞാൽ വോട്ടിംഗ് യന്ത്രത്തിലേക്ക് വരും. ഈ വോട്ടിംഗ് യന്ത്രത്തിന്റെ കഥ ഇപ്പൊ നികേഷ് എന്നെ സൂചിപ്പിച്ചു. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമ്മളിത് കാണുന്നതാ. തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിയുമ്പോൾ വോട്ടിംഗ് യന്ത്രം എല്ലാം സുരക്ഷിതമാണ്. തോറ്റ് കഴിയുമ്പോൾ ആ വോട്ടിംഗ് യന്ത്രത്തിന്റെ കുതന്ത്രങ്ങളെക്കുറിച്ച് കള്ളപ്രചരണം നടത്തി ഈ സുപ്രീം കോടതി തന്നെ 2 വട്ടം ഈ പ്രശ്നം ഡിസൈഡ് ചെയ്തതാണ്. പിന്നെയും ഹർജിയുമായിട്ട് പോകുന്നു. ഇപ്പോഴും ഉണ്ട് ഒരു ഹർജി. അത് എന്റർടൈൻ ചെയ്യാനുള്ള നമസ്കത അല്ലെങ്കിൽ മനസ്കത നമ്മുടെ നീതിപീഠത്തിനുണ്ട്. ഒരിക്കൽ സെറ്റിൽ ചെയ്ത കേസ് പോലും വീണ്ടും റീഓപ്പൺ ചെയ്യാനുള്ള മഹാമനസ്കത നമ്മുടെ കോടതി കാണിക്കുന്നു എന്നുള്ളതും കൂടി നമ്മൾ കാണണം. അത്രമാത്രം ജനാധിപത്യ ബോധവും ഭരണഘടനാ സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഇപ്പൊ നാളുകളിൽ നിങ്ങൾ ഈ പറയുന്ന പരാജയം നോക്കി നിൽക്കുന്ന അല്ലെങ്കിൽ പരാജയം മണത്ത് നിൽക്കുന്ന ആൾക്കാർ
വോട്ടിംഗ് യന്ത്രത്തിൽ തന്നെ പിടിച്ച് തൂങ്ങേണ്ടി വരും. അങ്ങനെയാണോ അതിനെ കാണേണ്ടത്? ശ്രീ കെ വി എസ് ഹരിദാസ്, നോക്കൂ, വിനയപൂർവ്വം ചോദിക്കുകയാണ്. അല്ല സാർ, അങ്ങനെയല്ല. അതിലേക്കാണ് കാര്യങ്ങൾ കെ വി എസ് ഇത്രേ ഉള്ളൂ. ഇത് കണക്കല്ലേ? നമ്മുടെ ബൂത്തിൽ എത്ര വോട്ട് പോൾ ചെയ്തു, നമ്മുടെ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ, നമ്മുടെ പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ, നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്ത് എത്ര വോട്ട് പോൾ ചെയ്തു എന്നുള്ളത് കൃത്യമായ കണക്കല്ലേ? ആ കണക്ക് എന്തുകൊണ്ടാണ് തരാൻ വൈകുന്നത്? ലവാസ പറയുന്നത് ഇന്ന് തരേണ്ടത് ഇന്ന് തരേണ്ടതാണ്. ഇനി അഥവാ കഴിഞ്ഞില്ല എങ്കിൽ തന്നെ 24 മണിക്കൂറിനുള്ളിൽ ഈ എത്ര വോട്ടുകൾ പോൾ ചെയ്തു എന്ന് കൃത്യമായ കണക്ക് തരാനുള്ള ഇക്കോ സിസ്റ്റം ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടെന്നാണ്. പിന്നെന്തുകൊണ്ടാണ് 11 ദിവസം വൈകുന്നത്? എന്തുകൊണ്ടാണ് ഇപ്പോഴും ഓരോ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇത്ര വോട്ടാണ് പോൾ ചെയ്തത് എന്ന് സംബന്ധിച്ച അതിൻ്റെ വിഘടിപ്പിച്ച കണക്ക് നൽകാൻ പറ്റാത്തത്? അത്രേ ചോദ്യമുള്ളൂ. ആ ചോദ്യം ചോദിക്കുന്നത് തെറ്റാണെന്നാണ് കെ വി എസ് ഇപ്പൊ പറയുന്നത്. അല്ല നികേഷേ, ഞാൻ അങ്ങനെയല്ല പറയുന്നത്. ഞാനല്ല നികേഷ്, ഞാനൊക്കെ ഈ പണി തുടങ്ങിയിട്ട് കുറെ കൊല്ലങ്ങളായില്ലേ. ഒരു കാര്യം നികേഷ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അതാത് സംസ്ഥാനങ്ങളിൽ ഇത്ര വോട്ട് പോൾ ചെയ്തു എന്ന് പിറ്റേ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാർ വിവരങ്ങൾ പുറത്ത് നൽകുന്നുണ്ട്. ഓരോ സ്റ്റേറ്റിലും അത് അവസാനം കൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ വ്യത്യാസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ചോദ്യം ചെയ്യപ്പെടണം. ഞാനും അതിൻ്റെ ഒപ്പമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എണ്ണിയ വോട്ടും പോൾ പറയുന്നേ കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെക്കുറിച്ച്, EVM-നെ കുറിച്ച്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു 50 ഹർജിയെങ്കിലും സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ടാവും. ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഇപ്പൊ നികേഷ് ഉന്നയിച്ച ഒരു ഇഷ്യൂവുമായിട്ട് സുപ്രീം കോടതിയിലുള്ള ഒരു കേസ് ഞാൻ കണ്ടിട്ടില്ല. എന്റെ ശ്രദ്ധയപ്പെടാത്തതാണോ എന്നറിയില്ല. കാരണം ഇലക്ഷൻ കമ്മീഷനും സർക്കാരിനും എതിരായിട്ട് എന്ത് വാറോലയുമായിട്ട് ചെന്നാലും ഇന്നിപ്പോ അതായത് ഈ പറയുന്ന EVM-വുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ഈ കാര്യങ്ങളൊക്കെ ഉയർത്തിയതാണ്. ഈ കാര്യങ്ങളൊക്കെ ഉയർത്തിയതാണ്. ഇത് കോടതിയുടെ മുമ്പിൽ പോയിട്ടില്ല എന്ന് പറയരുത്. അല്ല, ആണെങ്കിൽ അല്ലല്ല അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതി അത് പരിശോധിക്കട്ടെ. സുപ്രീം കോടതി ഒരു നിലപാടെടുക്കട്ടെ, നിർദ്ദേശം കൊടുക്കട്ടെ. ഞാൻ പറയുന്നത് ഇപ്പൊ നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒരു വല്ലാത്ത സ്ഥിതിയിൽ നിർത്തിയിട്ട് അതിനെ അധിക്ഷേപിച്ചുകൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയ മുഴുവൻ അപമാനിക്കാനുള്ള ഒരു ശ്രമം. അങ്ങനെയൊന്നുമല്ല. സാധാരണഗതിയിൽ ജനാധിപത്യത്തില് 4ാം തൂണായിട്ടുള്ള മാധ്യമം ശ്രീ കെ വി എസ് ഹരിദാസ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ഭരണഘടനാ സ്ഥാപനം കൃത്യമായ കണക്ക് തരുന്നില്ലെങ്കിൽ ചോദിക്കാനുള്ള അവകാശം ഉള്ളത് കൊണ്ടാണ് ഈ 4ാം തൂണിന് 4ാം തൂണെന്ന് വിളിക്കുന്നത്. അതിൽ തെറ്റൊന്നുമില്ല. ഞാൻ ചോദിക്കുന്നത് അല്ലല്ല നികേഷേ, ഞാൻ ഇതിനു മുമ്പത്തെ ഓരോ ഘട്ടം കഴിയുമ്പോഴും ഓരോ ലോകസഭയിലും എത്ര വോട്ട് പോൾ ചെയ്തു എന്ന് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചതായിട്ട് അല്ലെങ്കിൽ പരസ്യമായിട്ട് പുറത്തിറക്കിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അവരുടെ വെബ്സൈറ്റിലുണ്ടോ വെറുതെ ആളെ പറ്റിക്കാൻ വേണ്ടി പറയല്ലേ? 1ാം ഘട്ടത്തില് എത്ര വോട്ട് പോൾ ചെയ്തു എന്ന് പറയാൻ 11 ദിവസം എടുത്തത് എന്തിന്? എന്തുകൊണ്ടാണ് ഓരോ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഇത്ര വോട്ട് പോൾ ചെയ്തു എന്ന് സംബന്ധിച്ച് പറയാൻ കഴിയാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് ഈ വോട്ടർ ടേൺ ഔട്ട്, വോട്ട് കൗണ്ടഡ് ഓൺ EVM എന്ന നിലയിൽ രണ്ടും ടാലി ചെയ്യാതിരിക്കുന്നത്? EVM-ലെ കൗണ്ട് ചെയ്ത വോട്ടുകൾ ടോട്ടൽ വോട്ടർ ടേൺ ഔട്ടിനേക്കാൾ കൂടുതലാകുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ലളിതമായ ചോദ്യങ്ങളല്ലേ? ആ ചോദ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്താ? ആകെ വോട്ട് ചെയ്ത എത്ര ആളുകളുണ്ടെന്ന് പറയാൻ 11 ദിവസം എടുക്കുമോ കെ വി എസ്? പറ്റില്ല, അത് പറ്റില്ല. അല്ലെന്നേ, നിങ്ങൾ സുപ്രീം കോടതി പോകുന്നേ. നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഈ കമ്മീഷനെ വിശ്വാസം ഇല്ലാത്തവർക്ക് കോടതി പോട്ടെ. ഇപ്പൊ സുപ്രീം കോടതി ഏതായാലും ഇതൊക്കെ കേൾക്കാൻ വേണ്ടി തയ്യാറായി, സുരക്ഷിതമായ സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടി തയ്യാറായി. സുപ്രീം കോടതിയെ വളരെ സർക്കാസ്റ്റിക്കായി കുത്തിയാണ് പറയുന്നത്. ഞാൻ പറയട്ടെ, ഒരു ഭരണഘടനാ സ്ഥാപനത്തെ വളരെ സർക്കാസ്റ്റിക്കായി സുപ്രീം കോടതിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു കുത്തു കൊടുക്കുന്നുണ്ട് കെ വി എസ്. അല്ല, മനസ്സിലാകുന്നില്ല, തിരിയുന്നില്ല എന്ന് വിചാരിക്കുന്നു. നികേഷേ, നികേഷേ, ഞാൻ കോടതിയെ ബഹുമാനിക്കുന്ന ആളാണ്. ഇവിടുത്തെ നീതിപീഠത്തിന്റെ സ്വാതന്ത്ര്യത്തെയും ഭരണഘടനാ സ്വാതന്ത്ര്യത്തെയും ഒക്കെ ബഹുമാനിക്കുന്ന ആളാണ്. ഞാൻ ഈ പറയുന്നത് ഞങ്ങൾ ഭരണഘടനാ സംവിധാനങ്ങളെ മുഴുവൻ അട്ടിമറിക്കുന്നു എന്ന് പറയുകയും ഞങ്ങളുടെ ഗവൺമെന്റ് എടുക്കുന്ന ഓരോ നടപടിയും ചോദ്യം ചെയ്തുകൊണ്ട് ചെല്ലുന്ന ഹർജികളിലൊക്കെ ഈ സർക്കാരിനെതിരായിട്ടുള്ള നീക്കം കോടതിയിൽ നിന്നുണ്ടാവുകയും ചെയ്യുമ്പോൾ നമ്മളെന്താ വിചാരിക്കണ്ടേ? നമ്മളെന്താ സാധാരണ നിലയ്ക്ക് പറയണ്ടേ? ഇവിടുത്തെ ഭരണഘടനാ സംവിധാനങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്.
സർക്കാരിന് കീഴ്പ്പെട്ടിട്ടല്ല പ്രവർത്തിക്കുന്നത്. അത് പറയണ്ടേ ഞങ്ങളല്ലേ അത് പറയണ്ടേ? നിങ്ങൾ ഇപ്പോഴും പറയുന്നു ഭരണഘടനാ സ്വാതന്ത്ര്യ സ്ഥാപനങ്ങളെ മുഴുവൻ ഞങ്ങൾ അട്ടിമറിക്കുകയാണെന്ന്. അതേസമയത്ത് കോടതി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ശക്തമായ നിലപാടുകൾ എടുത്ത് ഗവൺമെന്റിനെ കോടതിയുടെ കാര്യത്തിനകത്ത് സുപ്രീം കോടതി മാത്രമേ ആ നിലയിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നുള്ളൂ. അതിൽ തന്നെ ചില ബെഞ്ചുകളാണ് എന്നാണ് ആളുകൾ പറയുന്നത്. എനിക്കറിയില്ല ചില ബെഞ്ചുകൾക്ക് മാത്രമായിട്ടല്ലേ പറയാൻ കഴിയുമെന്ന്. പക്ഷേ KVS ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റിന് വേണ്ടിയിട്ടുള്ള ജുഡീഷ്യറിയെ കുറിച്ചുള്ള ചർച്ച അല്ല ഇത്. അതിനൊക്കെ നമുക്ക് നല്ല സമയമുണ്ടല്ലോ. ഞാൻ ജിൻഡോയിലേക്ക് പോവാം. ജിൻഡോ പറയാം സാർ. അല്ല, മറ്റുള്ളവർക്ക് കൂടെ അവസരം വേണ്ടേ? വളരെ കുറച്ച് സമയമുള്ളൂ, അതുകൊണ്ടാണ്. ഒരു മിനിറ്റ് കൂടി. അല്ല, എനിക്കറിയാം എൻ്റെ സമയത്തിന്റെ പരിമിതിയെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് ഞങ്ങളെ അധിക്ഷേപിക്കാൻ പോകുന്നവർക്ക് ഈ ജൂൺ 4-ന് മറുപടി കിട്ടും. ജൂൺ 4-ന് മറുപടി കിട്ടും. കേരളത്തിലെ മാധ്യമങ്ങളും ഉണ്ട് ആ കൂട്ടത്തില്. കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുത്ത എല്ലാവർക്കും മറുപടി ആയിരിക്കും. അത് നല്ല മറുപടിയാണോ അതോ തിരിച്ചടിയാണോ എന്നുള്ളത് നമുക്ക് കാണാം. ജിൻഡോ നോക്കൂ, 1ാം ഗിയർ ഇട്ടു, 2ാം ഗിയർ ഇട്ടു, 3ാം ഗിയർ ഇട്ടു, 4ാം ഗിയറിലാണ് പ്രധാനമന്ത്രി ഓടിക്കൊണ്ടിരിക്കുന്നത്. സാർ, ഞാൻ ജിൻഡോയിലെ പോട്ടെ, ഞാൻ വരാം. ഒരു അവസാന ഘട്ടത്തിൽ താങ്കൾക്ക് ഒരു അവസരം കൂടെ തരാം. ജിൻഡോ നോക്കൂ, 4ാമത്തെ ഗിയർ ഇട്ട് നിൽക്കുകയാണ് പ്രധാനമന്ത്രി. അതായത് BJP ബഹുദൂരം മുന്നിലാണ് അജണ്ട സൃഷ്ടിക്കുന്നതിൽ. തെരഞ്ഞെടുപ്പിൽ അതാണ് കണക്കാക്കുക. നോക്കൂ, അതിനാവശ്യമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ BJP ഒരുക്കിയിട്ടുണ്ട് എന്ന വിമർശനം ഇനി ശരിവെച്ചാൽ തന്നെ മുൻകാലങ്ങളിൽ കോൺഗ്രസും അങ്ങനെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് സംശയമൊന്നുമില്ല. അപ്പോൾ ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ഒരു കാലഘട്ടത്തിലും ഭരണകൂടം അനുവദിച്ചിരുന്നില്ല. ജിൻഡോ നോക്കൂ, നരേന്ദ്രമോദി 4ാം ഗിയറിൽ പോവാണ്, ബഹുദൂരം മുന്നിലാണ്. അല്ല നികേഷ്, ഇതില് നരേന്ദ്രമോദി 4ാം ഗിയറിലോ 40ാം ഗിയറിലോ ഒക്കെ പോകുന്നതിന് കുഴപ്പമില്ല. അവർ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി തീരുമാനിക്കുന്നു എന്നുള്ള താങ്കളുടെ നിരീക്ഷണം ശരിയല്ല. കാരണം നരേന്ദ്രമോദിയുടെ ഒരു സ്ട്രാറ്റജിയുടെയും വാലിന്മ തൂങ്ങാൻ പ്രതിപക്ഷ നേതാക്കളോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ നേതാക്കന്മാർ ആരും തയ്യാറായില്ല. അതുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് ഓരോ ദിവസം പുതിയ സ്ട്രാറ്റജി പരീക്ഷിക്കേണ്ടി വരുന്നത്. പക്ഷെ ആ ഒരു സ്ട്രാറ്റജി മേക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം KVS ഹരിദാസിന്റെ അടക്കമുള്ള ആളുകളുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവരുടെ ഈ വെപ്രാളപ്പെടലും വിറളയും കൊണ്ടുകൊണ്ടുള്ള സംസാരമൊക്കെ കണ്ടാൽ നമുക്കറിയാം 4ാം തീയതി റിസൾട്ട് കിട്ടുമ്പോൾ ആർക്കാണ് അത് അടി കിട്ടാൻ പോകുന്നതൊക്കെ മനസ്സിലാക്കും. ഞാൻ പറയുന്നതേ, 4 സ്റ്റേജ് കഴിഞ്ഞു ഇലക്ഷന്റെ. ഈ 4 സ്റ്റേജ് കഴിഞ്ഞിട്ടും ഇലക്ഷൻ കമ്മീഷൻ പത്രസമ്മേളനം വിളിക്കുകയോ മാധ്യമങ്ങളോട് ഈ വോട്ടിംഗ് പെർസെന്റേജിനെ കുറിച്ച് സംവദിക്കുകയോ ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചുകൊണ്ട് മാധ്യമങ്ങൾ ഇലക്ഷൻ കമ്മീഷന് കത്ത് കൊടുക്കുന്ന ഒരു ചരിത്രം ഇന്ത്യയുടെ ചരിത്രത്തിൽ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഇവിടെ അറിയാനുള്ള അവകാശം നിയമമായിട്ടുള്ള ഒരു രാജ്യമാണ്. ഇൻഫർമേഷൻ ലോ, ആ റൈറ്റ് ടു ഇൻഫർമേഷൻ നിയമമായിട്ടുള്ള ഒരു രാജ്യത്ത് മാധ്യമങ്ങൾക്കും പൊതുജനങ്ങൾക്കും 4 ഘട്ടം കഴിഞ്ഞിട്ടും ഇതിന്റെ വോട്ടിംഗ് ശതമാനം എത്രയാണെന്ന് കൃത്യമായിട്ട് ഇലക്ഷൻ കമ്മീഷന് അറിയാനുള്ള അവകാശം നിഷേധിക്കുന്നത് ആ നിയമത്തിന് വിരുദ്ധമാണ്. രണ്ടാമത്തത്, യാതൊരു സുതാര്യതയും ഇല്ലാതെയാണ് ഈ ഇലക്ഷൻ നടത്തുന്നത് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. KVS ഹരിദാസ് പറഞ്ഞ പോലെ ആണെങ്കിൽ യാതൊരു മുന്നൊരുക്കവും ഇല്ലാതെയാണോ ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്? ഈ 10-11 ദിവസം എടുക്കുന്ന എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഈ റിപ്പോർട്ടുകൾ പുറത്തു വരാൻ? യാതൊരു സാങ്കേതിക സംവിധാനങ്ങളും ഒരുക്കങ്ങളും ഇല്ലാതെയാണോ ഇലക്ഷൻ കമ്മീഷൻ ഇത്ര വലിയ ജനാധിപത്യ സംവിധാന രാജ്യമാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ ജനാധിപത്യ സംവിധാനത്തിന് വേണ്ടി ഒരുക്കി കൊടുക്കുന്നത്? ഇത്രയും വലിയ ഡെമോക്രാറ്റിക് എക്സസൈസ് നടക്കുമ്പോൾ ഇത്ര ഉത്തരവാദിത്തം ഇല്ലാതെയാണ് ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. ഇവിടെ ഞാൻ പറയുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇത് ജനാധിപത്യ രാജ്യമാണ്, എല്ലാ മനുഷ്യരും ജനാധിപത്യ ബോധമുണ്ടെന്നൊക്കെ BJP-ക്കാർ പറഞ്ഞ് നമ്മളെ ആരും ബോധ്യപ്പെടുത്തണ്ട. ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ, ഇവിടുത്തെ ജഡ്ജിമാര്, ഇവിടുത്തെ മാധ്യമങ്ങളിൽ പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങൾ, ഇവിടുത്തെ സിവിൽ സർവൻസ്, എന്തിന് രാഷ്ട്രപതി പോലും വലിയ മൗനത്തിന്റെ വാൽമീകത്തിൽ ഒളിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ത്യയിൽ നരേന്ദ്രമോദി ഭരിക്കുന്ന ഈ 10 വർഷക്കാലത്തിനുള്ളിൽ നമ്മൾ കാണുന്നത്. മരണം മണക്കുന്ന അല്ലെങ്കിൽ മതവിദ്വേഷം ആഴത്തിൽ പരക്കുന്ന ഈ വലിയ ഒരു സൈലൻസ് എന്ന് പറഞ്ഞാൽ ഇത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. മതേതരത്തെ മുറിപ്പെടുത്തുന്ന ഈ മുറിവുകൾ നരേന്ദ്രമോദി നിരന്തരം ഇങ്ങനെ പ്രഘോഷിച്ചുകൊണ്ട് കടന്നു പോകുമ്പോഴും ഒരു വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ ഇടപെടാൻ കഴിയാത്ത ഇലക്ഷൻ കമ്മീഷൻ നമ്മുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ഒരു കറുത്ത ഏടാണ്, നാണക്കേടാണ്. വ്യക്തമാണ്, താങ്കളുടെ നിലപാട് വ്യക്തമാണ്. എനിക്ക് ആരിഫിലേക്ക് പോകണം. ആരിഫ്, സമയം കുറവുണ്ട്, ക്ഷമിക്കണം എന്നോട്. എല്ലാവർക്കും കൃത്യമായി വിരിച്ചു കൊടുക്കാൻ ശ്രമം ഞാൻ നടത്തിയിട്ടുണ്ട്, പക്ഷേ ചില പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം. ആരിഫ്, ഒരു ലോക്സഭാ മണ്ഡലത്തിലെ ദേശീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഉന്നയിക്കപ്പെടുന്ന ഈ ആക്ഷേപങ്ങളിൽ കഴമ്പുണ്ട് എന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? താങ്കൾക്ക് ആ നിലയിൽ എന്തെങ്കിലും പരാതിയുണ്ടോ? ഇപ്പം 451 മില്യൺ ആളുകൾ വോട്ട് ചെയ്തു എന്നാണ് 4 ഘട്ടം പൂർത്തിയാകുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. കോൺസ്റ്റിറ്റ്യുവൻസി വൈസ് ഡാറ്റ സാധാരണഗതിയിൽ KVS ചോദിക്കുന്ന പോലെ കിട്ടാറുണ്ടോ? ഇത്തവണ അത് ഇല്ല എന്ന അവസ്ഥയുണ്ടോ? അല്ല, ഇത് ഇപ്പൊ പറഞ്ഞതുപോലെ സാധാരണഗതിയിൽ ഒരു ദിവസം കൊണ്ട് ഇതിന് 1,30,30,000 അതിന്റെ എക്സാക്ട് എമൗണ്ട് വെരിഫൈ ചെയ്യണം. എന്നാലും
1,36,000 കോടിയോളം രൂപ നമ്മുടെ പബ്ലിക് എക്സ്ചക്കറിൽ നിന്ന് എടുത്ത് ചെലവഴിച്ചാണ് ഈ ഇലക്ഷൻ നടത്തുന്നത്. അതിന്റെ അപ്പോഴപ്പോഴുള്ള എല്ലാ ഡേറ്റാസും അന്നന്ന് തന്നെ ഫില്ല് ചെയ്ത് പോകുന്നതാണ്. പിന്നെ ടാലിയിങ് മാത്രമാണ് വരുന്നത്. ആ ടാലിങ്ങിന് നേരത്തെ ഇവിടെ പരാമർശിച്ചതുപോലെ കൂടി വന്നാൽ 24 മണിക്കൂർ. ആ 24 മണിക്കൂറിനപ്പുറം ഉള്ള ഏതൊരു അധിക സമയവും നമ്മുടെ സംവിധാനത്തിന്റെ തകർച്ചയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പം ധാരാളം ഇലക്ഷൻ EVM-നെ സംബന്ധിച്ചൊക്കെയുള്ള ധാരാളം കൗണ്ടർ വെർഷനുണ്ട്. സുപ്രീം കോടതി അത് തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇനിയും പിന്നെയും അത് വന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീ കെ വി ഹരിദാസ് പറഞ്ഞതുപോലെ ധാരാളം കാര്യം നമ്മളെക്കാൾ ടെക്നോളജിക്കലി ഭയങ്കരമായി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലോകത്തിലെ അമേരിക്ക, ജപ്പാൻ, ജർമ്മനി തുടങ്ങിയിട്ടുള്ള പല രാജ്യങ്ങളും എന്തുകൊണ്ടാണ് EVM-നെ അക്സെപ്റ്റ് ചെയ്യാത്തത് എന്ന ചോദ്യം ഉയരുകയാണ്. ഇവിടെ നിന്ന് സാറ്റലൈറ്റുകളെ നിയന്ത്രിക്കാൻ ഭൂമിയിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന നമുക്ക് EVM-ൽ എന്തെങ്കിലും മാൽ പ്രാക്ടീസ് നടത്താൻ പറ്റത്തില്ലേ എന്ന ചോദ്യങ്ങളുമൊക്കെ സയന്റിഫിക് ആയിട്ട് തന്നെ ഉയർത്തുന്ന ധാരാളം ആൾക്കാരുണ്ട്. അതിനൊക്കെ ഇനിയും തർക്കങ്ങൾ ഉണ്ടാവും. സ്വാഭാവികമായും ഇതൊക്കെ ടെക്നോളജിയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇനിയും ഉയരും. അതൊക്കെ ഭാവിയിൽ വരട്ടെ. അതിന് ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഈ ഡേറ്റാസ് പബ്ലിഷ് ചെയ്യാത്തതിന്റെ കാരണത്തിൽ പോലും ഹരിദാസിന് ഒരു മറുപടി ഇല്ലാതെ വരുന്നത് അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്ന ഏത് വ്യൂസാണോ ആ വ്യൂസിന് പോലും മറുപടി ഇല്ലാതെ വരികയാണ്. കാര്യം വെച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ, ഞാൻ അതല്ലേ പറഞ്ഞത്, ഇലക്ഷൻ കമ്മീഷന് നട്ടലിന്റെ സ്ഥാനത്ത് വാഴനാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ പേരിൽ, ശ്രീ ബാൽ താക്കറെയുടെ പേരിൽ ഒക്കെ എടുത്തിട്ടുള്ള നടപടികൾ ഇപ്പൊ തന്നെ വളരെ നമുക്ക് ഇന്നത്തെ മോഡേൺ ടെക്നോളജിയിൽ വളരെയധികം ഇവരുടെ സ്പീച്ചസ് എല്ലാം ഇന്ന് അവൈലബിൾ ആണ്. ആ അവൈലബിളിന്റെ അടിസ്ഥാനത്തിൽ ഉടനെ തന്നെ നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്തി അതിനെ സംബന്ധിച്ച് എവിഡൻസ് എടുത്ത് അപ്പം തന്നെ നടപടിയെടുക്കാൻ ഇലക്ഷൻ കമ്മീഷന് നട്ടലിന്റെ സ്ഥാനത്ത് വാഴനാരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തേനെ. അതുപോലും ചെയ്യുന്നില്ല. ഡേറ്റാ സമയത്ത് പബ്ലിഷ് ചെയ്യുന്നില്ല. നമ്മുടെ ഇലക്ഷൻ സംവിധാനത്തെ തന്നെ വളരെ ദുർബലമാക്കിയിരിക്കുന്ന ഒരു ഇലക്ഷൻ സംവിധാനം ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമാണ്. സത്യത്തിൽ ഈ ജനാധിപത്യ പ്രക്രിയയിലുള്ള ജനങ്ങളുടെ വിശ്വാസത്തെ കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നതിന് പകരം അത് ചെയ്യാതിരിക്കുകയാണ്. ഇപ്പൊ ഇത്രയും കാശ് മുടക്കി ഇലക്ഷൻ നടത്തുകയല്ലേ. ഇവിടെ നമുക്ക് എന്ത് സംവിധാനം, ഇതിപ്പോൾ ഡേറ്റാസ് പോട്ടെ, നമ്മുടെ ഇലക്ഷൻസ് നടക്കുന്ന ഓരോ സ്ഥലത്തെയും കാലാവസ്ഥ കണക്കിലെടുത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ ആൾക്കാർക്ക് ഇരിക്കാനുള്ള കസേര, അല്ലെങ്കിൽ വെള്ളം കൊടുക്കാനോ, അല്ലെങ്കിൽ അവർക്ക് ഫാൻ കൊടുക്കാനോ, അല്ലെങ്കിൽ അവരുടെ ഈ തിളച്ച വെയിലത്ത് നിൽക്കുന്നവരെ സംരക്ഷിക്കാനോ എന്തെങ്കിലും ഒരു സംവിധാനം ഈ ഇലക്ഷൻ കമ്മീഷൻ വാസ്തവത്തിൽ എന്തിന് ഓരോ സ്ഥലത്ത് വോട്ടർമാരായിട്ട് നിയോഗിച്ചവർക്ക് പോലും വോട്ട് ചെയ്യാൻ പോലും പറ്റാത്ത ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്ത പോലും അവസ്ഥകൾ പലത്തുണ്ടായില്ലേ? അവർക്ക് സർട്ടിഫിക്കറ്റ് ഇലക്ഷൻ പ്രക്രിയ ആകെ പൂർത്തിയാക്കൂ ആരിഫ്. അപ്പൊ ഈ ഇലക്ഷൻ പ്രക്രിയയെ തന്നെ വാസ്തവത്തിൽ വെറും ഒരു ജനങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് അങ്ങേയറ്റം അകറ്റി മാറ്റിയതിന് ഈ ഇലക്ഷൻ കമ്മീഷനെ സത്യത്തിൽ കുറ്റവിചാരണയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. അതിന് അടിയന്തരമായ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവർക്കെതിരായിട്ടുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകണം എന്നുള്ള പക്ഷമാണ് എനിക്കുള്ളത്. ഇത്രയും കമ്മ്യൂണലെ ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ താങ്കൾ മുമ്പ് കണ്ടിട്ടുണ്ടോ? പക്ഷേ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ഇലക്ഷനിലുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഇലക്ഷൻ കമ്മീഷന് ശക്തമായിട്ടുണ്ടായിരുന്നു. ഇവിടെ പ്രധാനമന്ത്രി മനഃപൂർവ്വം ഒരു ആഖ്യാനം സൃഷ്ടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് ഇത്രയും ഒരു സംഘർഷഭരിതമായിരിക്കുന്നത്. മുസ്ലിമിനെ നമുക്ക് ആവശ്യമില്ല, മുസ്ലിമാണ് നമ്മുടെ ശത്രു, ബാക്കി എല്ലാവരും കൂടി ഒരുമിക്കണം. ഈ 40 ദിവസം തന്നെ ഇലക്ഷൻ നീട്ടിയതിൻ്റെ കാര്യം എന്തുവാ? ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇങ്ങനെ സംഭവം ഉണ്ടോ? 40 ദിവസം സൗത്ത് ഇന്ത്യയിലെ ഇലക്ഷൻ കഴിഞ്ഞു, അതിനെ മനസ്സിലാക്കി, നാരേറ്റീവ് പെട്ടെന്ന് മനസ്സിലാക്കി, മുസ്ലിമിനെതിരെ കടുത്ത ആക്രമണം. അതുകൊണ്ട് ഇത് വളരെ മനഃപൂർവ്വമാണ് ഈ വിദ്വേഷ പ്രചരണം. ആ നിലയിലാണ് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങൾ നിശ്ചയിച്ചത്. 303 ലോക്സഭാ അംഗങ്ങളുണ്ട്. അതെ, ഇപ്പം ലോക്സഭയിൽ 303 BJP അംഗങ്ങൾ. ഒരു മുസ്ലിം ഉണ്ടോ? ഇല്ല. BJP 17 സ്റ്റേറ്റ് ഭരിക്കുന്നു, ആയിരക്കണക്കിന് MLA-മാരുണ്ട്, ആകെ ഒരു മുസ്ലിം MLA. BJPക്ക് 94 രാജ്യസഭാ അംഗങ്ങളുണ്ട്, ആകെ ഒരു മുസ്ലിം നോമിനേറ്റ് ചെയ്യപ്പെട്ട MP. മുസ്ലിം വേണ്ടേ? ആ മുസ്ലിമാണ് നമ്മുടെ ശത്രു. ഹിന്ദുമത അപകടത്തിലാണ്. അവിടെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നമ്മളെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാമെന്നുള്ള ആഖ്യാനം മനഃപൂർവ്വം സൃഷ്ടിച്ചാണ്. വിദ്വേഷമോ മമതയോ കൂടാതെ ഞാൻ എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഭരിച്ചുകൊള്ളാമെന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ഒരു പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ലംഘനമാണ് നടത്തിയിരിക്കുന്നത്. തീർച്ചയായും ക്ഷമിക്കണം, സമയക്കുറവുള്ളതുകൊണ്ടാണ് ഡോക്ടർ വർഗീസ് ജോർജ്. KVS ഞാൻ വാക്ക് പാലിക്കുന്നു. 30 സെക്കൻഡ്. അതായത് തെരഞ്ഞെടുപ്പ് ഘട്ടം പോലും തീരുമാനിച്ചിട്ടുള്ളത് ഈ നിലയിലുള്ള ആഖ്യാനം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്.
അല്ല നികേഷേ, ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അധിക്ഷേപിക്കാനൊന്നും തയ്യാറല്ല. അവരവരുടെ ജോലി ചെയ്യുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. ഈ ജനാധിപത്യ പ്രക്രിയ ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ തോക്കാൻ പോകുന്നവർക്ക് ഒന്നിലും വിശ്വാസമില്ലാത്ത ഒരു സാഹചര്യം ഉരുത്തിരിയുകയാണ്. അവരിപ്പോ കമ്മീഷനെ വിമർശിക്കുന്നു. നാളെ മുതൽ EVM-നെതിരായിട്ട് ഇവർ രംഗത്ത് വരും. ഇത് കഴിഞ്ഞാൽ സർവ്വതിനെയും എതിർക്കും. തെരഞ്ഞെടുപ്പിൽ തോക്കാൻ പോകുന്നവരുടെ മാനസികാവസ്ഥയാണിത്. അതുകൊണ്ട് ഞാൻ അതിന്റെ കൂട്ടു നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഇന്ത്യ ഒരു മഹത്തായ സംസ്കാരം നമുക്കുണ്ട്. ആ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാന്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പോരായ്മകളുണ്ടെങ്കിൽ പരിഹരിക്കാനുള്ള സംവിധാനവും അതിനുണ്ട്, അതിനുള്ള ശക്തി അതിനുണ്ട്. അതുകൊണ്ട് നമ്മൾ സംശയത്തിന്റെ നിഴലിലേക്ക് പോകേണ്ട കാര്യമേ ഇല്ല. ശരി, ആയിക്കോട്ടെ. വളരെ നന്ദി ശ്രീ KVS ഹരിദാസ്, ജിൻഡോ ജോൺ, AM ആരിഫ്, PDT ആചാരി, ഡോക്ടർ വർഗീസ് ജോർജ് സഹകരിച്ചതിന്. Debate with MV Nikesh Kumar.